الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له جل وعلا ما اتخذ صاحبة ولا ولدا وأشهد أن سيدنا ونبينا ومولانا محمدا عبده ورسوله اللهم صل على سيدنا محمد وعلى آله وأصحابه وأزواجه وأشياعه وأتباعه وبناته أجمعين صلاة وسلاما دائمين متلازمين وسلم تسليما كثيرا أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الله يأمركم أن تؤدوا الأمانات إلى أهلها وإذا حكمتم بين الناس أن تحكموا بالعدل إن الله نعم ما يعظكم به إن الله كان سميعا بصيرا صدق الله مولانا العظيم اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم اللهم اجعل نصيحتي نصيحة مؤثرة في قلبي وقلوب الناس خالصة لوجهك الكريم സമാദരണീയനായ അധ്യക്ഷൻ ടി.എച്ച്. മുഹമ്മദ് സാഹിബ് ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട ഖത്തീബ് മറ്റും വിശിഷ്ടാതിഥികളെ സഹോദരി സഹോദരന്മാരെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഇൽമിന്റെ സദസ്സ് സ്വർഗീയ പൂങ്കാവനമാക്കി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ നമ്മുടെ എല്ലാവരുടെയും തെറ്റുകുറ്റങ്ങളെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നല്ലത് പറയാനും പ്രവർത്തിക്കാനും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ ലോകത്ത് നമ്മൾ വിട പറയുമ്പോൾ നമ്മുടെ ആഖിബത്തിനെ നന്നാക്കി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കലിമ ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം നൽകുമാറാകട്ടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്
നമ്മളുടെ മേൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിച്ചുകൊണ്ടാണ് ഈ ദുനിയാവിലേക്ക് നമ്മളെ നിയോഗിച്ചത്. ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ. ആ ഉത്തരവാദിത്തത്തിന്റെ പേരാണ് അമാനത്ത്. ആ അമാനത്ത് എന്ന പേരിൽ ഉത്തരവാദിത്തം നാം അത് ഏറ്റെടുത്തതിന്റെ പേരിൽ അത് തീർച്ചയായും അതിൽ ന്യൂനത വരുത്തിയാൽ നാളെ ആഖിറത്തിൽ ഖേദിക്കേണ്ടി വരും, ദുഃഖിക്കേണ്ടി വരും. ഈ അമാനത്ത് ഏറ്റെടുക്കൽ നമ്മുടെ ഓരോരുത്തരുടെയും മേൽ ബാധ്യതയാണ്. കാരണം നാളെ ആഖിറത്തിൽ അതിനെക്കുറിച്ച് ചോദ്യമുണ്ടാകും. ഒരാളിൽ നിന്ന് നമ്മൾ പണം കടം വാങ്ങിയാൽ അത് മടക്കി കൊടുക്കൽ നമ്മുടെ മേൽ ബാധ്യതയാണോ എന്നതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മേൽ ഏൽപ്പിച്ചിട്ടുള്ള അമാനത്തുകൾ, ഉത്തരവാദിത്തങ്ങൾ, അതിനെക്കുറിച്ച് നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ അടുക്കൽ ചോദ്യമുണ്ടാകും. ദുനിയാവിൽ ഒരുപക്ഷെ ചോദിക്കാൻ ആരും കാണുകയില്ല, അല്ലെങ്കിൽ ദുനിയാവിൽ ഒരുപക്ഷെ അതിൽ വീഴ്ച വരുത്തിയേക്കാം. നാം എല്ലാവരും മരിച്ചു പോകുന്നവരാണ്, ആഖിറത്തിൽ ഒരുമിച്ച് കൂടേണ്ടവരാണ്. അവിടെ നമ്മളെ ഒരുമിച്ച് കൂട്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആഖിറത്തിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ ഈ അമാനത്തിനെ കുറിച്ച് നമ്മളോട് ചോദ്യമുണ്ടാകുമ്പോൾ അതിന് വ്യക്തമായ തക്കതായ മറുപടി അനുകൂലമായ നിലയിൽ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടായാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും അവന്റെ ഔദാര്യങ്ങൾ നൽകി നമ്മളെ സ്വീകരിക്കുകയും ചെയ്യും. അതല്ല, അമാനത്തിൽ വീഴ്ച വരുത്തിക്കൊണ്ടാണ് ഈ ലോകത്ത് നിന്ന് വിട പറയുന്നതെങ്കിൽ നാളെ ആഖിറത്തിൽ അള്ളാഹുവിന്റെ കോടതിയുടെ മുന്നിൽ ആ അമാനത്ത് അള്ളാഹു ചോദിക്കുകയും ആ അമാനത്ത് നൽകിയില്ല എങ്കിൽ അതിന്റെ പേരിൽ നാളെ നരകത്തിലേക്ക് നമ്മെ വലിച്ചെറിയപ്പെടുകയും ചെയ്യും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതാണ് ഈ അമാനത്ത് എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട അബുൽ അലി റളിയല്ലാഹു തആല എന്ന് പറയുന്നു, അമാനത്ത് എന്ന് പറഞ്ഞാൽ മാ ഉമിറു ബിഹി വനുഹു അൻഹു. വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങളെല്ലാം അകത്തേക്ക് കയറിയിരിക്കും. കുറഞ്ഞ സമയം മാത്രമേ പ്രഭാഷണമുള്ളൂ. ഞാനിഞ്ഞ് വരുന്ന വഴിയിൽ എനിക്ക് സുഖമില്ലാതായി. ഇന്നലെ തലശ്ശേരിയിൽ കിടന്ന് ഇന്നിപ്പോൾ ഈ പരിപാടി ആയതുകൊണ്ട് മാത്രം ഇങ്ങോട്ട് വന്നു, അല്ലെങ്കിൽ അതുവഴി തിരിച്ചു പോകുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അതാണ് ഇരുന്ന് പ്രസംഗിക്കുന്നത്. ഇന്നിപ്പോൾ ബോവിക്കാനത്തും പരിപാടി ഉണ്ട്. അപ്പോൾ ഇതും അവിടെയും കുറച്ച് പറഞ്ഞിട്ട് ഇന്ന് ക്യാൻസലാക്കി മടങ്ങിപ്പോകാനാണ് ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കൂടുതലൊന്നും പ്രഭാഷണം നടത്തുന്നില്ല. വന്നതിന് വേണ്ടി ഒരു ബർക്കത്ത്, അൽഹംദുലില്ലാ. അതുകൊണ്ട് എല്ലാവരും വെളിയിൽ നിൽക്കുന്ന സഹോദരങ്ങളകത്തേക്ക് കയറിയിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും അല്ലാഹു നസീബാക്കുമാറാകട്ടെ. ഇടതടവില്ലാത്ത പരിപാടിയും റെസ്റ്റില്ലാത്ത പരിപാടിയും ഒന്നും രണ്ടും പരിപാടികളും നമുക്ക് ആഗ്രഹം ഉണ്ടായിട്ടല്ല, നാട്ടുകാർ നമ്മളെ നിർബന്ധിക്കലാണ്. എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടേ അല്ല. യാത്രയും റെസ്റ്റും ഇല്ല, ഇങ്ങനെയൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ശാരീരികമായൊക്കെ വിഷമം ഉണ്ടാവുമല്ലോ. പക്ഷെ സംഘാടകർക്ക് അതൊന്നും അറിയേണ്ട കാര്യമില്ല. മരിച്ചാലും കുഴപ്പമില്ല, സ്റ്റേജിൽ കിടന്ന് മരിച്ചോ, പരിപാടി നടത്തണം. ഉസ്താദ് വന്നിട്ട് പരിപാടി നടത്തിക്കോ. നമ്മൾ എന്തുകൂടെ ആശുപത്രി ഉണ്ട്, ആളുണ്ട്, ആംബുലൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പരിപാടി കൂടെ എത്തണം, അതാണ് എല്ലാവരുടെ ലക്ഷ്യം. അവർ ഡോക്ടർമാർ പറയുന്നത് ഈ പ്രഭാഷണം ഉള്ളത് കൊണ്ട് 2-3 ദിവസമൊക്കെ റെസ്റ്റ് എടുക്കണം. തൊണ്ട പോയാലെല്ലാം പോയില്ലേ. അബൂബക്കർ മുസ്ലിയാർക്ക് വില എന്താ? തൊണ്ട പോയാൽ ആരാ അബൂബക്കർ മുസ്ലിയാർ? പണ്ടിവിടെ പ്രസംഗിക്കാൻ വന്നിട്ടുള്ള അബൂബക്കർ. ഇതൊക്കെ തന്നെയുള്ളൂ. എല്ലാത്തിനും ഒരു സമയമുണ്ട്, ഒരു കാലമുണ്ട്. അത് സമയം കഴിഞ്ഞാൽ പിന്നെ പോയി. അപ്പോൾ ഉമ്മത്തിന് മൊത്തവും ഗുണം ഉണ്ടാകണമെങ്കിൽ എല്ലാവർക്കും, ആലിമ്യങ്ങൾക്കെല്ലാം ആഫിയത്ത് ഒരു വലിയ വിഷയമാണ്. ആഫിയത്ത് ഉണ്ടാകണം. ആഫിയത്തിലൂടെയാണ് അവർക്ക് ഇൽമുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ ഒരു ആഗ്രഹവും ഒരു ആവേശം ഉണ്ടാവുക. അതിന് നിങ്ങളെപ്പോലുള്ളവരൊക്കെ എപ്പോഴും ദുആയും ചെയ്യണം. ഞങ്ങളാണ് എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുന്നത്. മിമ്പറിൽ കയറിയാലും മെഹ്റാബിൽ കയറിയാലും നമസ്കാരം കഴിഞ്ഞാലും ഞങ്ങളുടെ ജോലി സമുദായത്തിന് വേണ്ടി ദുആരക്കലാണ്. എല്ലാവരും ഒരുമിച്ച് കൂടും. അല്ലാഹു മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളും ഞങ്ങളുടെ നാട്ടുകാരും മഹല്ലുകാരും ഇവിടെ ഒരുമിച്ച് കൂടി അവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ, ആഫിയത്ത് കൊടുക്കണേ എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ ദുആരക്കും. പക്ഷേ ഈ ഉസ്താദുമാർക്ക് ആരും ദുആരക്കുന്നു? അത് നമ്മൾ ചിന്തിച്ചു നോക്കുക. അതിൽ നിസ്കാരം കഴിഞ്ഞ പാടെ അല്ലാഹ് ഞങ്ങളുടെ ഹത്തീബിന് നീ ആഫിയത്തോടെ, അല്ലാഹ് ഹത്തീബ് വർഷമായി 10-20 വർഷമായി, അയാളെ എങ്ങനെ ഓടിക്ക് പടച്ചോന്നെ വേണേ ദുആരക്കും. അങ്ങനെയാണ് ദുആരക്കുക. ആഫിയത്ത് കൊടുക്കും ദുആരക്കുക. നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഓരോരുത്തരുടെയും നമ്മുടെ മഹല്ലുകാരുടെയും ശ്രോതാക്കളുടെയൊക്കെ ഉത്തരവാദിത്തമാണ് അതുപോലുള്ളവർക്കൊക്കെ ദുആ ചെയ്യുന്നത്. അതൊരു വലിയ ഖൈറാണ്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എപ്പോഴും എല്ലാ ദിവസവും ദുആയിൽ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ആഫിയത്ത്. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ അഫ്വ വൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും നീ ആഫിയത്ത് തരണേ പടച്ചവനെ. ദുനിയാവിലും ആഫിയത്ത് വേണം, ആഖിറത്തിലും ആഫിയത്ത് വേണം. ദുനിയാവിലെ ആഫിയത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഭൂമുഖത്ത് ജീവിച്ചിരിക്കുമ്പോഴും മരിച്ചു കഴിഞ്ഞ് ഖബറിനകത്ത് പോയാലും നമുക്ക് ആഫിയത്ത് വേണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഖബറാളികളെ കാണുമ്പോൾ അല്ലാഹുമ്മ ഇന്നാ നസ്അലുകൽ അഫ്വ വൽ ആഫിയ. നമ്മൾ ആഫിയത്തിന് വേണ്ടിയും ചോദിക്കണം, അഫുവിന് വേണ്ടിയും ചോദിക്കണം. നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരം, നമ്മുടെ തെറ്റുകൾക്ക് പരിഹാരം, അത് അല്ലാഹുവിനോട് നമ്മൾ ചോദിക്കുന്നു. നമുക്ക് വേണ്ടിയും ഖബറാളികൾക്ക് വേണ്ടിയും ഒക്കെ നമ്മൾ ചോദിക്കണം. അത് നബി സല്ലല്ലാഹു അലൈഹി തങ്ങൾ പറഞ്ഞ വാക്കാണ്. അപ്പൊ അതുകൊണ്ട് ആഫിയത്ത് ഒരു വലിയ അമൂല്യ സമ്പത്താണ്. അള്ളാഹു നമുക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ആഫിയത്ത്. പണം ഉണ്ടായിട്ട് കാര്യമില്ല, ആഫിയത്ത് ഇല്ലെങ്കിൽ എല്ലാം പോയി. അള്ളാഹു നമുക്ക് ആഫിയത്ത് തരട്ടെ. അപ്പോൾ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അമാനത്ത് എന്ന് പറയുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ മേൽ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തമാണ്. അതൊരുപാട് വിഷയങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റിയ ഒരു വിഷയമല്ല. ഒരുപാട് കാര്യങ്ങളുണ്ട് അമാനത്ത് എന്ന് പറയുന്നത്. ഇബ്നീദൻ മാലിക് ദിനാർ ഉറൂസിൻ എന്ന പ്രഭാഷണം നടത്തിയിരുന്നു. പലരും കേട്ട് കാണും. എന്നാലും വിഷയങ്ങൾ തീരുകയില്ല. പിന്നെയും ധാരാളം വിഷയങ്ങൾ ഇതുമായി ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, യുഅ്തൽ അബ്ദു യൗമൽ ഖിയാമത്തി വഇൻ ഖുതില ഫീ സബീലില്ലാഹ്. ഖിയാമത്ത് നാളിൽ അല്ലാഹുവിന്റെ ദാസന്മാരെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് ആനയിക്കപ്പെടുമത്രേ. വഇൻ ഖുതില ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ അവർ വീരമൃത്യു വരിച്ചവരാണെങ്കിലും നാളെ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് അവരെ കൂട്ടിക്കൊണ്ടുവരുമത്രേ. ഫയുഖാലു, അവരോട് പറയപ്പെടും, അദ്ദി അമാനതക്, നിന്റെ അമാനത്ത് നിറവേറ്റിയിട്ട് പോകൂ സഹോദരാ. എല്ലാവരും മനസ്സിലാക്കേണ്ട വിഷയമാണ്. സ്ത്രീകളാകട്ടെ, പുരുഷന്മാരാകട്ടെ, യുവാക്കളാകട്ടെ, യുവതികളാകട്ടെ, വൃദ്ധന്മാരാകട്ടെ, വൃദ്ധകളാകട്ടെ, ഈ ദുനിയാവിൽ എത്ര വർഷം ജീവിച്ചുവോ, എത്ര നാള് ജീവിച്ചുവോ, എത്ര കാലയളവിൽ ജീവിച്ചുവോ, നാം എന്തെല്ലാം പ്രവർത്തിച്ചുവോ, ഇതിനെല്ലാം സാക്ഷ്യം വഹിച്ചുവോ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാളെ അവന്റെ ദർബാറിലേക്ക് നമ്മെ ഹാജരാക്കുമ്പോ നമ്മുടെ മുന്നിൽ അവൻ ചോദിക്കുകയാണ്, അദ്ദി അമാനതക്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മോട് ചോദിക്കുന്നു, നിന്റെ അമാനത്ത് നീ നിറവേറ്റിയിട്ട് പോവുക. എന്തെങ്കിലും അമാനത്തുകളിൽ വീഴ്ച വരുത്തിയിട്ടാണ് നമ്മൾ ആഖിറത്തിലേക്ക് പോകുന്നതെങ്കിൽ അല്ലാഹു നമ്മളോട് ചോദിക്കും, ആ അമാനത്ത് ഇവിടെ ഏൽപ്പിച്ചിട്ട് നീ പോയിക്കോ. ഉടനെ അവൻ പറയുകയാണ്, ഐ റബ്ബി കൈഫാ, അല്ലാഹുവേ ഞാൻ എങ്ങനെയാണ് അത് നിറവേറ്റുക റബ്ബേ. ഖദ് ദഹബതി ദുനിയാ, ദുനിയാവ് നഷ്ടപ്പെട്ട സ്ഥിതിക്ക്, ദുനിയാവ് പോയ സ്ഥിതിക്ക്, ദുനിയാവ് അസ്തമിച്ച സ്ഥിതിക്ക് റബ്ബേ ഞാൻ എങ്ങനെയാണ് അത് നിറവേറ്റുക. കൈഫ ഉഅദ്ദിഹാ, എങ്ങനെയാണ് ഈ അമാനത്ത് നിറവേറ്റുക അല്ലാഹ്. ഉടനെ അല്ലാഹുവിന്റെ മറുപടി, ഇൻതലിഖൂ ബിഹി ഇലൽ ഹാവിയ, ഏ മലക്കുകളെ ഇവനെ ഹാവിയ എന്ന നരകത്തിലേക്ക് കൊണ്ടുപോകണമേ. ഫയുൻതലഖു ബിഹി ഇലൽ ഹാവിയ, ഹാവിയ എന്ന നരകത്തിലേക്ക് അവനെ തള്ളപ്പെടുകയാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഹാവിയ എന്ന നരകം കൊടും ചൂടേറിയ നരകമാണ്. അൽ ഖാരിഅതു മൽ ഖാരിഅ വമാ അദ്റാക മൽ ഖാരിഅ യൗമ യകൂനു الناس كالفراش المبثوث وتكون الجبال كالعهن المنفوش فأما من ثقلت موازينه فهو في عيشة راضية وأما
خفت موازينه فأمه هاوية وما أدراك ما هي نار حامية. എല്ലാ ദിവസങ്ങളിലും ഏതെങ്കിലും ഒരു വഖത്തുകളിലൂടെ നാം ഇമാമിന്റെ പിന്നാലെ നിൽക്കുമ്പോൾ കേൾക്കുന്ന ഒരു സൂറത്താണ് ഈ ആയത്തിലൂടെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഭയപ്പെടുത്തുകയാണ്. നബിയേ, അങ്ങേക്കറിയുമോ ഹാവിയ എന്ന നരകത്തെ കുറിച്ച്? നബിയേ, ഹാവിയ എന്ന നരകത്തെ കുറിച്ച് അങ്ങേക്കറിയുമോ? അതെന്താണെന്നറിയുമോ? നാറുൻ ഹാമിയ, കൊടും ചൂടേറിയ നരകമത്രേ. ഭയങ്കരമായ ചൂടിന്റെ നരകമാണ് ഹാവിയ എന്ന നരകം. ഇന്ന് നമ്മുടെ ഈ ചൂട് തന്നെ നമുക്ക് സഹിക്കാൻ കഴിയുന്നില്ല. കോടിക്കണക്കിന് കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് തീതുപ്പുന്ന സൂര്യന്റെ ചൂട് കൊണ്ട് ഈ ഭൂലോകത്ത് ജീവിക്കുന്ന എത്രയോ പേർക്ക് സൂര്യന്റെ ആഘാതമാണ് ഏൽക്കുന്നത്. പാടത്ത് പണിയെടുക്കുന്നവർക്ക്, യാത്ര ചെയ്യുന്നവർക്ക്, കുഞ്ഞു മക്കൾക്ക് പോലും സൂര്യന്റെ ആഘാതത്താൽ ഗുരുതരമായ പൊള്ളലേൽക്കുന്നുവെങ്കിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഈ ചൂട് എവിടെ നിന്നാണ് ഉത്ഭവിക്കുന്നതെന്നറിയുമോ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, നരകം അല്ലാഹുവിനോട് ആവലാതിപ്പെടുകയാണ്. നരകം അല്ലാഹുവിനോട് ആവലാതിപ്പെടുകയാണ്. ഫഖാലത്ത്, ആ നരകം ചോദിക്കുകയാണ്, റബ്ബി, എന്റെ പടച്ച തമ്പുരാനെ, അകല ബഅളീ ബഅളാ, അകല ബഅളീ ബഅളാ, എന്റെ ചില ഭാഗങ്ങൾ തിന്നുകൊണ്ടിരിക്കുകയാണ് ചൂടിന്റെ കാഠിന്യത്താൽ, കഠിനമായ ചൂടിന്റെ ആഘാതത്താൽ ഞാൻ സ്വയം നശിച്ചു കൊണ്ടിരിക്കുന്നു പടച്ച തമ്പുരാനെ. അതിനൊരു പരിഹാരമാർഗം നീ ഇച്ഛിച്ചു നൽകണമേ റബ്ബേ. ഒരു പരിഹാരമാർഗം, എനിക്കൊരു പരിഹാരമാർഗം നിർദ്ദേശിക്കണം. ഭയങ്കരമായ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല, ഞാൻ തന്നെ സ്വമേധയാ നശിച്ചു പോവുകയാണ്. فأذن لها نفسين. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തോട് പറയുകയാണ്, 2 പ്രാവശ്യം നീ ഒന്ന് നിശ്വസിച്ചോ. 2 പ്രാവശ്യം ശ്വാസം വിടുക. ശ്വാസം ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ് ചൂട് കൊണ്ട്. 2 പ്രാവശ്യം നിശ്വസിക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നരകത്തോട് പറയുന്നു. ഒന്ന്, നഫസുൻ ഫിശ്ശിതാ വനഫസുൻ ഫിസ്സൈഫ്. കൊടും ചൂടുള്ള സമയത്ത്, നാം ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടിന്റെ സമയത്ത് ഒരു നിശ്വാസം നരകം നിശ്വസിച്ചു അത്രേ. കൊടും തണുപ്പുള്ള സമയത്തും ആ നരകം നിശ്വസിച്ചു അത്രേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഫഅശദ്ദു മാ തജിദൂന മിനൽ ഹർ ഫഅശദ്ദു മാ തജിദൂന മിനസ് സംഹരീർ. നിങ്ങൾ ഈ ദുനിയാവിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂടുണ്ടല്ലോ, ആ ചൂടിന്റെ ഉത്ഭവം, അതിന്റെ ഉറവിടം നരകത്തിന്റെ ഭാഗത്ത് നിന്നാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായോ? ചൂട് അതാണ്. മനുഷ്യൻ പഠിക്കുന്നില്ല. ഇത്രയും ചൂടുണ്ടായിട്ടും മനുഷ്യൻ പഠിക്കുന്നില്ല. വെള്ളത്തിന് വേണ്ടി മനുഷ്യൻ കൊതിക്കുകയാണ്, മഴയ്ക്ക് വേണ്ടി യാചിക്കുകയാണ്. AC ഉണ്ടായിട്ട് എന്താ കാര്യം? ഫാൻ ഉണ്ടായിട്ട് എന്താ കാര്യം? കറണ്ട് വേണ്ടേ? കറണ്ട് ഉണ്ടാകണമെങ്കിൽ എന്താ ചെയ്യാ? ഇപ്പൊ ഗവൺമെന്റ് ഇപ്പൊ കുറ്റം പറയാൻ പറ്റും. അവരെന്താ അറിയാം? വെള്ളം വേണ്ടേ? വെള്ളത്തിന് ഇപ്പൊ എവിടെ പോവാ? മഴ വേണ്ടേ? ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇപ്പൊ മഴ വേണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹു ആകാശത്തിന്റെ ഉടമസ്ഥനായ പടച്ച തമ്പുരാനെ സ്വാധീനിക്കണം.
അള്ളാഹുമായുള്ള ബന്ധം ഉണ്ടാക്കണം. അള്ളാഹുമായുള്ള ബന്ധം എങ്ങനെ ഉണ്ടാക്കണം? മനുഷ്യൻ ചെയ്യുന്ന പാവങ്ങളിൽ നിന്ന് അള്ളാഹുവിനോട് പശ്ചാത്തപിക്കണം. പശ്ചാത്തപിച്ചാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആകാശത്തിന്റെ വാതിൽ നമ്മുടെ മേലെ തുറന്നു തരും. فقلت استغفروا ربكم إنه كان غفارا يرسل السماء عليكم مدرارا ويمددكم بأموال وبنين ويجعل لكم جنات ويجعل لكم أنهارا. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാല ദീനിന്റെ പ്രബോധനം നടത്തിയിട്ട് ആ ജനങ്ങൾ അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചപ്പോ ആ ജനങ്ങളോട് അല്ലാഹുവിന്റെ റസൂല് പോയിട്ട് പറയുകയാണ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് മടങ്ങണമേ, നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു മാപ്പാക്കി തരും, നിങ്ങൾ ഇസ്തിഗ്ഫാർ ചെയ്യണമേ, പശ്ചാത്തപിക്കണമേ, എങ്കിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങൾക്ക് ചെയ്തു തരുന്ന അനുഗ്രഹം എന്തെന്നറിയോ? ഇസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ. നിങ്ങൾ അല്ലാഹുവിനോട് പശ്ചാത്തപിച്ച് മടങ്ങിക്കഴിഞ്ഞാൽ അവൻ നിങ്ങൾക്ക് മാപ്പ് ചെയ്തു തരും. മാത്രമല്ല യുർസിലിസ് സമാ അലൈക്കും മിദ്റാറാ. ആവശ്യാനുസരണം നിങ്ങളുടെ മനം കുളിർക്കുമാർ നിങ്ങളുടെ സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും കാലികൾക്കും ഉദരജീവികൾക്കും കുഞ്ഞുമക്കൾക്കും എല്ലാവർക്കും അവരുടെ മനസ്സിനെ തണുപ്പിക്കുന്ന നിലയിലുള്ള മഴ അല്ലാഹു വർഷിപ്പിച്ചു തരുമത്രേ. അതിനെന്താണ് പരിഹാരം? ഇസ്തിഗ്ഫാർ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങലാണ്. അതല്ലാതെ മറ്റൊരു വഴികളും അവിടെ ഇല്ല. ഇസ്തിഗ്ഫാറിലൂടെ, പശ്ചാത്താപത്തിലൂടെ, പാപമോചനത്തിലൂടെ, പ്രായച്ചിത്തത്തിലൂടെ, കണ്ണുനീരോടെ റബ്ബിന്റെ കോടതിയിലേക്ക് നമ്മൾ നമ്മുടെ അപേക്ഷകൾ സമർപ്പിക്കുമ്പോ പടച്ച തമ്പുരാൻ ആകാശത്തിന്റെ വാതിൽ നമ്മുടെ മേലെ തുറന്നു തരും. അങ്ങനെ അള്ളാന്റെ കരുണ നമ്മുടെ നാട്ടിലേക്ക് പെയ്തിറങ്ങും. അതിന് നാം പശ്ചാത്തപിച്ച് മടങ്ങണം. അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ വഴികളൊന്നുമില്ല. അതുകൊണ്ട് നരകം പോലും അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, പടച്ചവനെ ഈ ചൂട് സഹിക്കാൻ കഴിയുന്നില്ല നാഥനെ. അതാണ് ഹാവിയ എന്ന് പറയുന്ന കൊടും ചൂട്. ആ ഹാവിയ എന്ന് പറയുന്ന നരകത്തിന്റെ അടിമകൾ ആരെന്നറിയുവോ? ദുനിയാവിൽ അമാനത്തിൽ വീഴ്ച വരുത്തുന്നവരാണ്. ഇൻതലിഖൂ ബിഹി ഇലൽ ഹാവിയ. ഹാവിയ എന്ന നരകത്തിലേക്ക് അവരെ തള്ളിയിടണമേ. ഫയുംതലഖു ബിഹി ഇലൽ ഹാവിയ. അങ്ങനെ അവർ കൊടുംചൂടുള്ള ഹാവിയ എന്ന നരകത്തിലേക്ക് എറിയപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ബഹുമാനപ്പെട്ട നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇബ്നു മസ്ഊദിനെ വിളിച്ചിട്ട് പറയുകയാണ്, ഇബ്നു മസ്ഊദേ, ഇബ്നു മസ്ഊദേ, അമാ സമിഅതല്ലാഹ യഖൂൽ. അല്ലാഹു പറയുന്നത് നീ കേൾക്കുന്നില്ലയോ ഇബ്നു മസ്ഊദേ? നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ഓതുകയാണ്, ഇന്നല്ലാഹ യഅമുറുകും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നത് നീ കേൾക്കുന്നില്ലയോ ഇബ്നു മസ്ഊദേ? ഏ സ്വഹാബത്തെ, ലോക മുസ്ലിമേ, ലോക സഹോദര സഹോദരി, പരിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ലോകത്തോട് അവതരിപ്പിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിങ്ങളോട് കൽപ്പിക്കുകയാണ്, അവൻ നിങ്ങളുടെ മേൽ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ അതിന്റെ അവകാശികൾക്ക് മടക്കി കൊടുക്കണമേ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുന്നു. ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, അൽ വുളു അമാന, ഉളുവെടുക്കൽ അമാനത്താണ്. വസ്സലാത്തു അമാന, നമസ്കാരം അമാനത്താണ്. വൽ കൈലു അമാന, അളക്കൽ അമാനത്താണ്. വൽ വസ്നു അമാന, തൂക്കിയെടുക്കലും അമാനത്താണ്. അളക്കുക, തൂക്കുക, കൊടുക്കുക, വാങ്ങുക, നമസ്കരിക്കുക, വുളുവെടുക്കുക, ഇതെല്ലാം അമാനത്താണ്. അതിലൊക്കെ വീഴ്ച വന്നാലും നാളെ ആഖിറത്തിൽ അതിന്റെ പേരിൽ അള്ളാഹിന്റെ മൂലം നമ്മൾ ഒറ്റയ്ക്ക് മറുപടി പറയേണ്ടി വരും.
അതിനൊന്നും വീഴ്ച വരാൻ പാടില്ല. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീഴ്ച വരുന്നുണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി നമ്മളെയൊക്കെ അല്ലാഹു ശ്രദ്ധിക്കുന്നുണ്ട്. നാളെ നമ്മുടെ ഓരോ ന്യൂനതകളെയും രേഖപ്പെടുത്തുന്ന മലക്കുകൾ ആ ഫൈലുമായിട്ട് അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകും. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها كل نفس معها سائق وشهيد لقد كنت في غفلة من هذا فكشفنا عنك غطاءك فبصرك اليوم حديد. നാളെ മരിച്ചു പോകുമെന്ന ചിന്ത നമുക്കുണ്ടാകണം. പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഈ ലോകത്തിനൊരു പരിസമാപ്തി വേണം, ഈ ലോകത്തിനൊരു അന്ത്യം വേണം, ഈ ലോകം നശിച്ചു പോകണം. എങ്കിൽ മാത്രമേ ഈ മനുഷ്യൻ ചെയ്ത അധർമ്മങ്ങളും അതിക്രമങ്ങൾക്കും നാളെ റബ്ബിന്റെ കോടതിയിൽ വിചാരണ നേരിടേണ്ടി വരികയുള്ളൂ. അതിന് അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുമുള്ള ശിക്ഷാവൻ ഏറ്റെടുക്കേണ്ടി വരിക. അതിന് ഈ ലോകം അവസാനിക്കണം, ഈ ലോകം അന്ത്യമാകണം. അതല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. അതാണ് ഖിയാമത്തിന്റെ വിളിയാളം. ആ വിളിയാളത്തിലൂടെ അല്ലാഹു നമ്മളെ ആഖിറത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ് ദാലിക മാ കുൻത മിൻഹു തഹീദ്. മരണത്തെ ഭയപ്പെടാത്ത മനുഷ്യനോട് ചോദിക്കുകയാണ്. മരണത്തെ മതിമറന്ന് ജീവിക്കുന്ന മനുഷ്യനോട് അല്ലാഹുവിന്റെ ചോദ്യമാണ്. വജാഅത് സക്റത്തുൽ മൗതി ബിൽ ഹഖ്. മരണം അതിന്റെ യാഥാർത്ഥ്യവുമായി നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ, നിന്റെ ബെഡ്റൂമിലേക്ക് കടന്നു വരുമ്പോ, നീ ഏതൊരു ഭാഗത്താണോ ആ ഭാഗത്ത് മരണം നിന്നെ മാടി വിളിക്കുമ്പോ, നീ മരിക്കുമെന്ന് നീ ചിന്തിച്ചിരുന്നവനെയല്ല. ഞാൻ യുവാവാണ്, എനിക്ക് വയസ്സ് 25, ഞാനിപ്പോൾ മരിക്കുകയില്ല, ഞാൻ വയസ്സായിട്ടേ മരിക്കുകയുള്ളൂ, ഞാൻ 70 വയസ്സ് വരെ ജീവിക്കും, അങ്ങനെ നരച്ചിട്ടാണ് ഞാൻ മരിച്ചു പോവുക. അതുകൊണ്ട് ഞാൻ 50-60 വയസ്സ് വരെ എന്ത് തോന്നിയ വാസവും തമ്മാടിത്തരവും ഈ നാട്ടിൽ ഞാൻ ചെയ്യുമെന്ന് ആഗ്രഹത്തോടു കൂടി നടക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ മരണത്തിലേക്ക് നിന്നെ മാടി വിളിക്കപ്പെടുമ്പോ അതാ മലക്ക് വന്ന് നിന്നോട് ചോദിക്കുകയാണ്, ഈ മരണം നീ ഉദ്ദേശിച്ചതായിരുന്നില്ലേ, ഇതിനെ നീ നിഷേധിച്ചതല്ലേ? ഇങ്ങനെ ഒരു മരണം സംഭവിക്കുമെന്ന് എനിക്കിപ്പോ ഒരു പ്രതീക്ഷയില്ലായിരുന്നു. ഞാൻ ചെറുപ്പക്കാരനല്ലേ, ഞാൻ ഇപ്പൊ മരിക്കൂലല്ലോ. എത്രയെത്ര ചെറുപ്പമാണ് ഈ റോഡിലൂടെ പിടഞ്ഞു മരിച്ചു വീഴുന്നത്. ഈ കാണുന്ന പുഴയിൽ എത്രയെത്ര ചെറുപ്പക്കാരാണ് മരിച്ചു വീഴുന്നത്. എത്രയെത്ര സഹോദരങ്ങൾ നമുക്കറിയാൻ കഴിയുമോ? ചെരുപ്പിന്റെ വാറ് പോലെയാണ് മരണം നിന്നെ അനുഗമിക്കുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതെപ്പോഴും ആകാം, എങ്ങനെയും ആകാം, എവിടെ വെച്ചുമാകാം. അതിനൊരു കാലമില്ല, അതിനൊരു സമയമില്ല, അതിനൊരു ആയുസ്സില്ല, അതിനൊരു വയസ്സില്ല. അത് ഏത് സമയത്തും എപ്പോഴും ആകാമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെയും നബിതങ്ങളുടെ തിരുവചനങ്ങളിലൂടെയും പറയുമ്പോ ആ മരണത്തോട് മല്ലടിച്ച് കിടക്കുന്ന മനുഷ്യന്റെ അരികിലേക്ക് മലക്കുകൾ വന്നിട്ട് ചോദിക്കുകയാണ്, ദാലിക മാ കുൻത മിൻഹു തഹീദ്. ഈ മരണത്തെ നീ നിഷേധിച്ചവനല്ലേ, അതാ എത്തിയിരിക്കുന്നു. وجاءت كل نفس معها سائق وشهيد. മരിച്ചു കഴിഞ്ഞാൽ അവനെ കൊണ്ടുപോകുന്നത് അല്ലാഹുവിന്റെ ദർബാറിലേക്കാണ്. അവന്റെ അവസ്ഥയെക്കുറിച്ച് അവന്റെ ഭാര്യ അറിയുന്നില്ല, അവന്റെ ഭർത്താവ് അറിയുന്നില്ല, അവന്റെ ഉപ്പ അറിയുന്നില്ല, ഉമ്മ അറിയുന്നില്ല, അവന്റെ നാട്ടുകാര്, കുടുംബക്കാര്, സുഹൃത്തുക്കള്, ഉറ്റവര്, ഉടയവര്, ബന്ധുക്കള്, അയൽവക്കക്കാര് ആരും അറിയുന്നില്ല. ഇവനെ കൊണ്ടുപോകുന്നത് മറ്റൊരു സ്ഥലത്തേക്കാണ്. ആ സ്ഥലത്ത്
സ്ഥലത്തേക്ക് ഇവനെ കൊണ്ടുപോകുമ്പോ ഇവൻ തനിച്ചല്ല പോകുന്നത്, ഇവനോടൊപ്പം 2 പേര് കൂടെയുണ്ടാകുമത്രേ. وجاءت كل نفس معها سائق وشهيد. ദുനിയാവിൽ വെച്ച് അഹങ്കാരം ചെയ്ത സഹോദര സഹോദരി, അതെല്ലാം എഴുതി രേഖപ്പെടുത്തിയ മലക്കുണ്ടല്ലോ, ആ മലക്കുകൾ ഫൈലുമായി നിന്നോടൊപ്പം ഉണ്ടാകും. നീ ചെയ്ത ഓരോ പ്രവർത്തനം, നാം ചെയ്ത ഓരോ പ്രവർത്തനത്തിന് മലക്ക് സാക്ഷ്യമാണ്, സാക്ഷ്യമാണ്, സാക്ഷ്യമാണ്. ആ സാക്ഷിയായ മലക്കും നമ്മോടൊപ്പം ഉണ്ടാകും. നമ്മെ നയിച്ചു കൊണ്ടുപോകാൻ ഒരു മലക്കും ഉണ്ടാകും. നമ്മുടെ ഓരോ പ്രവർത്തനങ്ങൾ രേഖപ്പെടുത്തപ്പെട്ട ഫയലുകൾ നമ്മുടെ കൈകളിൽ നിന്ന് ആ മലക്കുകൾ സൂക്ഷിച്ചു വാങ്ങിക്കൊണ്ട് അള്ളാന്റെ ദർബാറിലേക്ക് നമ്മെ കൊണ്ടുപോവുകയാണ്. ഓരോ ആത്മാവിനോടൊപ്പം ഉണ്ടാകും. അവനെ കൂട്ടിക്കൊണ്ടുപോകാൻ ഒരു മലക്ക്. ദുനിയാവിൽ അവൻ ചെയ്ത ഓരോ തെറ്റുകുറ്റങ്ങൾക്കും സാക്ഷ്യം വഹിച്ച മലക്ക്. 2 പേരുണ്ടാകും. ഇവിടുത്തെ ജയിലിൽ കണ്ടിട്ടില്ല, പോലീസ് കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ കോടതിയിലേക്ക് കൈവിലങ്ങ് വെച്ചുകൊണ്ടുപോകുമ്പോൾ 2 പേര്, ഒരു പോലീസ് വലതു ഭാഗത്ത്, ഒരു പോലീസ് ഇടത് ഭാഗത്ത്, ഗൺമാനുമായിട്ട് ഇങ്ങനെ 2 പേര്. അപ്പൊ ഇങ്ങനെ 2 കൂട്ടർ അപ്പുറത്തും ഇപ്പുറത്ത് നിൽക്കുന്നത് പോലെ ഇവനെ അള്ളാന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുന്നത് ഒറ്റയ്ക്കല്ല, 2 മലക്കുകളുടെ സാന്നിധ്യത്തിൽ നേരെ കൊണ്ടുപോവുകയാണ്. എന്നിട്ട് അള്ളാഹ് ചോദിക്കാണ്, എങ്ങോട്ട് കൊണ്ടുപോവാണ്, എങ്ങോട്ട് കൊണ്ടുപോവുകയാണ്? ഇപ്പൊ നമ്മൾ ഇതൊന്നും വാത് പറഞ്ഞാലോ ആയത്തോതിയാലൊന്നും കേറൂല, ഉള്ളിലേക്ക് കയറൂല. ആ സമയത്ത് ഇവൻ നിലവിളിക്കും, പിന്നെ എങ്ങോട്ട് കൊണ്ടുപോകും? അപ്പോൾ മലക്കൾ അവനോട് പറയും, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഗിതാഅക ഫകശഫ്നാ അൻക ഗിതാഅക فبصرك اليوم حديد. ദുനിയാവിൽ അശ്രദ്ധനായി കഴിഞ്ഞവനല്ലേ നീ? പള്ളിയുടെ ഓരത്ത് താമസിച്ചിട്ട് ബാങ്ക് വിളി കേട്ടിട്ട് പള്ളിയിൽ പോകാത്തവനല്ലേ നീ? പരിശുദ്ധമായ റമദാൻ സമാഗതമായിട്ട് റമദാനിന്റെ രാപ്പകലുകളിൽ കുടിച്ച് രസിച്ച് രമിച്ച് കളിച്ച് ജീവിച്ചവനല്ലേ നീ? സാമ്പത്തികമായി കഴിവുകൾ ഉണ്ടായിട്ട് സാദിക്കളുടെ അവകാശം എന്ന നിലയിൽ സക്കാത്ത് കൊടുക്കാത്തവനല്ലേ നീ? അള്ളാഹു നിനക്ക് ആയുസ്സും ഊർജവും ഓജസ്സും തേജസ്സും നൽകിയിട്ട് അത് റബ്ബിന് വേണ്ടി സമർപ്പിക്കാത്തവനല്ലേ നീ? എത്രയെത്ര പാഠങ്ങളാണ് നിന്റെ മുന്നിൽ വന്നിട്ട് അതെല്ലാം പുച്ഛിച്ചു തള്ളിയവനല്ലേ നീ? ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ. നാളെ നിന്നെ തെളിച്ചു കൊണ്ടുവരുമെന്ന ഈ ഭയാനകത നിറഞ്ഞ ഈ മൈശറാവൻ സമ്മേളന നഗരിയിലേക്ക് മനുഷ്യ നിന്നെ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നീ കേട്ടിട്ട് അത് നീ പുച്ഛിച്ച് തള്ളിയവനല്ലേ? ഫകശഫ്നാ അൻക ഗിതാഅക ഫബസറുകൽ യൗമ ഹദീദ്. നിന്റെ ആ മൂടുപടം ഞങ്ങൾ ഇപ്പോ പിച്ചി ചീന്തിക്കളഞ്ഞു, അത് മുറിച്ചു കളഞ്ഞു, അത് പൊട്ടിച്ചു കളഞ്ഞു. ഇപ്പോ നിന്റെ കണ്ണിന് മൂർച്ച കൂടുതലാണ്. ഇപ്പൊ നമുക്കൊന്ന് നോക്കുമ്പോ വലിയ മൂർച്ചയില്ല. ഇപ്പൊ നമ്മുടെ കണ്ണിന് നല്ല കാഴ്ച, പവർ. ഇശൽ നിലാവിലേക്ക് നോക്കാൻ നല്ല പവറാണ്, മഴവിൽ മനോരമയിലേക്ക് നോക്കാൻ നല്ല പവറാണ്, കുങ്കുമത്തിലേക്ക് നോക്കാൻ നല്ല പവറാണ്, വെറുതെ അല്ല ഒരു ഭാര്യയിലേക്ക് നോക്കാൻ നല്ല പവറാണ്. ഖുർആൻ തുറന്നു വെച്ചാൽ ഷോർട്ട് സൈറ്റ് അല്ലെങ്കിൽ ലോങ് സൈറ്റ് വെള്ളം എടുത്ത് പവർ കുറവ്. നാളെ ആഖിറത്തിലേക്ക് പോകും, മരിച്ചു പോകും, ഖബറിൽ പോയി കിടക്കാനുള്ളതാണ്. ഇതെല്ലാം അങ്ങോട്ട് മാറ്റുകയാണ്, പവർ കുറവ്. ഇതെല്ലാം നിഷേധിക്കും, ഒന്നും ചെയ്യൂല. എത്ര പറഞ്ഞാലും ഇതിലൂടെ കേൾക്കും, ഇതിലൂടെ പോകും. ഇവനെ നാളെ തെളിച്ചു കൊണ്ടുപോകുമ്പോ മലക്കൾ ചോദിക്കാൻ, ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക
غطاءك فبصرك اليوم حديد. ഇപ്പൊ നിനക്ക് കണ്ണിന് നല്ല മൂർച്ചയുണ്ടല്ലേ, ഇപ്പൊ നീ മനസ്സിലാക്കുന്നത് യാഥാർത്ഥ്യമാണ്, ഇപ്പൊ നീ മനസ്സിലാക്കുന്നില്ലേ? പക്ഷെ അവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം? അവിടെ പറഞ്ഞിട്ട് എന്ത് കാര്യം? നാളെ ഇവനെ കൊണ്ടുപോവുകയാണ്, ഇവനോട് ചോദിക്കുകയാണ്, നിനക്ക് ദുനിയാവിൽ അള്ളാഹു നിന്നെ ഏൽപ്പിച്ച അമാനത്ത് നീ നിറവേറ്റാതെ ഇപ്പോൾ എന്നെ ഒന്ന് മടക്ക് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉടനെ അള്ളാന്റെ ചോദ്യം, നീ എന്തിനാണ് നിലവിളിക്കുന്നു? അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീ മൻ തദക്കർ വജാഅകുമുൻ നദീർ. നിനക്ക് എത്ര വയസ്സ് തന്നു? നല്ല ചുള്ളനായിട്ട് നല്ല നടന്നില്ലേ, നല്ലവനായിട്ട് നടന്നില്ലേ, നല്ല ആരോഗ്യം തന്നില്ലേ, നല്ല സൗന്ദര്യം തന്നില്ലേ, കഴിവ് തന്നില്ലേ? എത്ര വയസ്സ് തന്നു? ചിന്തിക്കാൻ ഞാൻ കഴിവ് തന്നില്ലേ? ഖുർആൻ മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, ഉറുദുവിൽ നീ നെറ്റ് ഒന്ന് അമർത്തിയാൽ ഏത് ദുനിയാവിലുള്ള ഏത് അറബി വാക്കുകൾ നിനക്ക് കിട്ടുമല്ലോ. ഇതൊക്കെ നിന്റെ കയ്യിൽ ഞാൻ തന്നില്ലേ? നാളെ ചോദ്യം വരും. നെറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ചോദ്യം ഉണ്ടാകും. ഇതൊക്കെ അല്ല നമ്മുടെ കയ്യിൽ തുറന്നു തന്നു. ഇസ്ലാം നിയമം പഠിച്ചോ. അവലം നുഅമ്മിറുകും മാ യതദക്കറു ഫീ. മാത്രല്ല ഇതൊക്കെ പരിചയപ്പെടുത്തി തരാൻ ഒരു ദൂതനെ നിങ്ങൾക്ക് ഞാൻ നിയോഗിച്ചു തന്നില്ലേ? വജാഅകുമുൻ നദീർ. ഒരു ദൂതനെ ഞാൻ നിങ്ങൾക്ക് നിയോഗിച്ചെന്നില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമുക്ക് പഠിപ്പിച്ചെന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതുകൊണ്ട് ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരാൻ ആരുമില്ലായിരുന്നു. നമ്മുടെ ഏത് നാട്ടിലെ മദ്രസകളിൽ പോയാലും ആദ്യമായി നമ്മളെ ഖുർആൻ പഠിപ്പിച്ചിരുന്നു. അതിന്റെ അർത്ഥങ്ങൾ മനസ്സിലാക്കി തരുന്നു. ഇസ്ലാമിന്റെ നിയമങ്ങൾ, ബാലപാഠങ്ങൾ പഠിപ്പിച്ചിരുന്നു. ഇത് പഠിപ്പിച്ചെന്നില്ലേ? വജാഅകുമുൻ നദീർ. അവൻ സമ്മതിച്ചേ മതിയാവൂ. അള്ളാന്റെ മുന്നിൽ ഇവൻ നാളെ കളവ് പറയാൻ പറ്റൂല. കുല്ലമാ ഉൽഖിയ ഫിയാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ ഫകذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. ഓരോ സംഘങ്ങളായി അമാനത്ത് സൂക്ഷിക്കാതെ ആഖിറത്തിലേക്ക് പോകുന്നവരെ ഓരോ സംഘങ്ങളായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോ അവർ ആ മലക്കുകളോട് കരഞ്ഞു കേണപേക്ഷിക്കുകയാണ്, ഞങ്ങളെ ഒന്ന് മടക്കുമോ, ഞങ്ങളെ ഒന്ന് രക്ഷപ്പെടുത്തുമോ? ഉടനെ ആ മലക്കുകൾ അവരോട് ചോദിക്കുകയാണ്, അലം യഅതികും നദീർ. ഇങ്ങനെ ഒരു മഹാസംഭവം ഉണ്ടാകുമെന്ന സത്യം നിങ്ങളുടെ മുന്നിൽ ആരും ഓതി തന്നില്ലയോ? ആരും അറിയിച്ചു തന്നില്ലയോ? ആരും പഠിപ്പിച്ചു തന്നില്ലയോ? വെറുതെയല്ല ഈ വാള് സംഘടിപ്പിച്ചത്, വെറുതെയല്ല കാസർഗോഡിന്റെ തെരുവോരങ്ങളിൽ ദിനേന വാള് പരമ്പരകളാണ്, മതവിജ്ഞാന സദസ്സുകളാണ്. ഓരോ മുക്കിലും മൂലകളിലും പ്രഗത്ഭരും പ്രശസ്തരും വന്ന് പ്രഭാഷണം നടത്തുമ്പോ ഇതൊരു ചടങ്ങല്ല, ഇതൊരു ചടങ്ങല്ല, ഇതൊരു അമാനത്താണ്, ഇതൊരു അമാനത്താണ്. ഇവിടെ ഒരുമിച്ച് കൂടിയവരും ഇവിടെ സന്നിഹിതരായവരും ഇവിടെ സന്നിഹിതരാവാത്തവരും നാളെ റബ്ബിന്റെ കോടതിയിലേക്ക് പോകുമ്പോ നിങ്ങളോട് ചോദിക്കുകയാണ്, അലം യഅതികും നദീർ. നിങ്ങൾക്കൊരു ദൂതൻ കടന്നു വന്നില്ലയോ, താക്കീതുകാരൻ വന്നില്ലയോ എന്ന് ചോദിക്കുമ്പോ ഖാലൂ ബലാ ഖദ് ജാഅനാ നദീർ. ഒന്നടങ്കം അവര് പറയുമത്രേ, അതേ അല്ലാ, ഒരുപാട് വാള് ഞങ്ങൾ കേട്ടവരാണ്, ഒരുപാട് ദൂതന്മാർ, ഒരുപാട് ഉസ്താദുമാർ ഞങ്ങൾക്ക് വന്ന് പഠിപ്പിച്ചു തന്നതാണ്. പക്ഷേ ഞങ്ങൾ അതെല്ലാം കളവാക്കി പുച്ഛിച്ചു തള്ളി പടച്ചവനെ.
ഖല്ലി വല്ലി എടുത്തെല്ലാം കളഞ്ഞു. അത് വലിയ കാര്യം കൊടുത്തില്ല, അല്ലെ കാര്യാക്കിയില്ല. എന്നിട്ട് ഞങ്ങൾ പറഞ്ഞെന്നറിയോ, വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ശൈഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. വാളിന് വേണ്ടി വിളിക്കുന്നവരോട് ഞങ്ങൾ പറയും, നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ലയോ, തൊഴിലൊന്നുമില്ലയോ, നിങ്ങൾക്ക് വേറെ പണിയൊന്നുമില്ല മനുഷ്യന്മാരെ, നിങ്ങൾ ഈ വാത് വെച്ചിട്ട് എന്ത് പുണ്യോട്, ആര് നന്നാവാൻ, ആര് രക്ഷപ്പെടാൻ? നന്മകളൊക്കെ പ്രവർത്തിപ്പിക്കുമ്പോ എന്ത് ചെയ്യാൻ, എന്ത് ഗുണങ്ങളാണ്, ഇതുകൊണ്ട് എന്ത് നേട്ടമാണ് സമുദായത്തിനുള്ളത്? തങ്ങന്മാരെ കൊണ്ട് എന്ത് നേട്ടം, എന്ത് ഗുണമുണ്ട്? എല്ലാരും വന്ന് കല്ലെടുന്ന് ഉദ്ഘാടനം ചെയ്യും, എന്ത് ഫായിദ? അവരെല്ലാം വന്ന് ഉപദേശിക്കുമ്പോ അതെല്ലാം പുച്ഛിച്ച് തള്ളിയില്ലേ? അങ്ങനെ ഒന്നും ഗുണമില്ല, ഫായിദയില്ല, പ്രയോജനമില്ല എന്നെല്ലാം തള്ളിയില്ല അന്ന് പറഞ്ഞപ്പോ. എന്തിനാണ് ഇപ്പൊ ഇവിടെ ഒരു സ്മാരകം, എന്തിനാണ് ഇപ്പോൾ ഒരു ഓഫീസ്, എന്തിനാണ് ഈ പൊതുപ്രവർത്തനം, എന്തിനാണ് ഇവിടെ കുഴൽ കണ്ട കുടിച്ചെടുക്കുന്നത്, എന്തിനാണ് ഇവിടെ വെള്ളം കൊടുക്കുന്നത്? ഒരുപാട് നന്മകൾ ചെയ്യുന്നു. പല പണ്ഡിതന്മാരുടെ സാദാത്തുക്കളുടെ പേരിൽ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ അതിനെയൊക്കെ പുച്ഛിച്ചു തള്ളുന്നു. നിനക്ക് വേറെ ജോലിയൊന്നുമില്ല എന്ന് പറഞ്ഞിരുന്നവരല്ലേ നിങ്ങൾ? നാളെ ചോദ്യം ഉണ്ടാവും. അപ്പൊ അവർ പറയും, ഞങ്ങൾ അതൊക്കെ പറഞ്ഞു, പക്ഷേ ഇപ്പൊ ഞങ്ങൾ ഖേദിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾക്കൊരു ചാൻസ് കൂടെ കിട്ടും, ഒരു ചാൻസ് കൂടെ ഞങ്ങൾക്ക് നാട്ടിലേക്ക് മടങ്ങിപ്പോയി ഇനി നല്ല ഇബാദത്തുകളൊക്കെ ചെയ്ത് ഞങ്ങൾ നല്ല അമലുകൾ ചെയ്ത് മടങ്ങി വരാം. എവിടെ കിട്ടാൻ? പോയത് പോയി, കിട്ടി നഷ്ടപ്പെട്ടത് തന്നെ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റൂല. അതുകൊണ്ട് ഈ അമാനത്തിനെ കുറിച്ച് നാളെ ചോദ്യം ഉണ്ടാകും. അതുകൊണ്ട് ബഹുമാനമുള്ള സഹോദരങ്ങൾ, നമ്മുടെ ഓരോ മേഖലകളും അമാനത്താണ്. ഈ മജ്ലിസ് അമാനത്താണ്. ഇവിടെ ഇരുന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം വരാത്തവർക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം, അത് കേൾക്കുന്നവർ അത് സ്വീകരിക്കണം. ഇത് അമാനത്താണ്. ഒരു ഭാര്യയും ഒരു ഭർത്താവ് റൂമിൽ ഒറ്റയ്ക്ക് കഴിയുമ്പോൾ അവരുടെ സംഭാഷണങ്ങളും പ്രവർത്തനങ്ങളും അത് അമാനത്താണ്, അത് പുറത്തു പറയാൻ പാടില്ല. ഒരു കാര്യം, ഒരു കമ്മിറ്റി കൂടുന്നു, എക്സിക്യൂട്ടീവ് യോഗം കൂടുന്നു, അതിൽ ചില പ്രത്യേകമായ അംഗങ്ങൾ മാത്രമേ വരാറുള്ളൂ. ആ കമ്മിറ്റിയിൽ രഹസ്യമായി എടുക്കുന്ന തീരുമാനം പുറത്തു പറയരുത് എന്ന് അവിടുത്തെ അധ്യക്ഷൻ പറഞ്ഞാൽ ഒരാൾ പോലും അത് പുറത്തു പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ അമാനത്തിൽ വീഴ്ച വരുത്തി. അവന് എന്താ ശിക്ഷ? ഇന്നിപ്പോ കമ്മിറ്റി കൂടും, പള്ളിയിൽ കമ്മിറ്റി കൂടിയിട്ട് പുറത്തിറങ്ങുന്നതിന് മുമ്പേ അവിടെ ഫ്ലാഷായി. ഇതെങ്ങനെ അറിഞ്ഞു സംഭവം? എടുക്കുന്ന തീരുമാനം എങ്ങനെ പുറത്തറിയുന്നു? ഈ കൂടിയതിൽ ആരെങ്കിലും ഒരാൾ പറയാതെ എങ്ങനെ അറിയും? പക്ഷെ അവന്റെ ശിക്ഷ എന്തെന്നറിയോ? മണിയറ രഹസ്യം പുറത്തു പറയുന്നവർ, ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങൾ പുറത്തു പറയുന്നവർ, നമ്മളിവിടെ ചർച്ച ചെയ്തിട്ട് പറയരുതേ എന്ന് പറയുന്ന കാര്യം പുറത്തു പറയുന്നവർ, ഫ്ലാഷ് ആക്കുന്നവർ, ഇത് അമാനത്താണ്. ഒരു കാര്യം ഒരാളെ ഏൽപ്പിച്ചത് അമാനത്താണ്, ഇത് പറയരുതേ എന്ന് പറഞ്ഞാൽ അത് പിന്നെ നമ്മൾ പുറത്തു പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും വലിയ ശിക്ഷയാണ്. എന്താ ശിക്ഷ? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇന്ന ശർറന്നാസ് ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ റജുലുൻ യുഫ്ളി ഇലാ ഇംറാതിഹി വതുഫ്ളി ഇലൈഹി ثم ينشر سرها. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നാളെ മഹ്ശറ മൻസബയിൽ ഏറ്റവും നിന്ദ്യനായവൻ, ഏറ്റവും നികൃഷ്ടനായവൻ, ഏറ്റവും കഠോര ശിക്ഷയ്ക്ക് വിധേയനാകുന്നവൻ ആരെന്നറിയുവോ? റജുലുൻ, അതൊരു പുരുഷനാണ്, യുഫ്ളി ഇലാ ഇംറാതിഹി, തന്റെ ഭാര്യയുമായി രാത്രി ശയിച്ചതിന് ശേഷം, തന്റെ ഭാര്യയുമായി രാപാർത്തതിന് ശേഷം, അല്ലെങ്കിൽ ഒരു പെണ്ണാണ്, ആ പെണ്ണ് തന്റെ ഭർത്താവുമായി രാത്രി വീട് കൂടിയതിനു ശേഷം, പകലിന്റെ സമയങ്ങളിൽ ആ രാത്രി നടന്ന രഹസ്യങ്ങളെ പരസ്യപ്പെടുത്തിയവരാണ്. രാത്രി സംഭവിച്ച ഓരോ രംഗങ്ങളും എണ്ണി അങ്ങാടിയിൽ പരസ്യപ്പെടുത്തിയ പുരുഷനെ, അങ്ങാടിയിൽ പരസ്യപ്പെടുത്ത സ്ത്രീയെ നാളെ ആഖിറത്തിൽ ഏറ്റവും കഠോരമായ ശിക്ഷയാണ്. എക്സിക്യൂട്ടീവ് യോഗം കൂടുമ്പോ രഹസ്യങ്ങൾ ചർച്ച ചെയ്തതിനു ശേഷം ഇത് പുറത്ത് വിടരുത്
എന്ന് അവിടുന്ന് ഓർഡർ ഉണ്ടായാൽ ആരെങ്കിലും ആ രഹസ്യ കാര്യങ്ങൾ പുറത്തുവിട്ടാൽ നാളെ ആഖിറത്തിൽ കഠോരമായ ശിക്ഷയ്ക്കും നിന്ദ്യതയും ഏറ്റുവാങ്ങേണ്ടത് അവരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതുകൊണ്ടാണ് പരിശുദ്ധ മുഹദ്ദിഥീങ്ങൾ മുഫസ്സിരീങ്ങൾ പറഞ്ഞത് അൽ മജാലിസു അമാന. മജ്ലിസുകൾ അമാനത്താണ്. മജ്ലിസുകൾ അമാനത്താണ്. മജ്ലിസ് എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കുന്ന ഇരിപ്പിടം ഉണ്ടല്ലോ, ഈ കമ്മിറ്റി നടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ, ഇതെല്ലാം അമാനത്താണ്. ഈ രാത്രി ഭാര്യയും ഭർത്താവ് ഉറങ്ങുന്ന മുറി ഉണ്ടല്ലോ, ഇത് അമാനത്താണ്. ഇവിടെ നടക്കുന്ന സംഭവങ്ങൾ അത് പുറത്തു പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞാൽ നാളെ ആഖിറത്തിൽ ഏറ്റവും വലിയ ശിക്ഷ അവർക്കാണ്. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞോണ്ടേ വിളിച്ചങ്ങ് പറയല്ലേ, അവനെ ഫ്ലാഷ് ന്യൂസ് ഇട്ടൂടെ, അതല്ലേ ഏറ്റവും നല്ലത്. അങ്ങോട്ട് വിളിച്ച് പറയല്ലേ ഓരോന്ന്. ഇപ്പൊ ഒന്ന് ഫസ്റ്റ് നൈറ്റ് നടത്തൊന്നും വേണ്ട, ഇപ്പൊ കൂടെ പോയി ഇരിക്കല്ലേ. കാസർഗോഡിനെ അപേക്ഷിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞിട്ട് വിടൂലല്ലോ, വിട്ടുകൊടുക്കൂല്ലോ. അവിടെ കൂടെ അങ്ങോട്ട് ഇരിക്കുക തന്നെ, എന്നെ ഉറങ്ങാൻ സമ്മതിക്കൂല. പിന്നെ ഓളെ കൊണ്ട് പാട്ട് പാടിക്കല്, തുള്ളിക്കല്, അത് നടത്തല്. എന്താ ഡിജെയാ കൂജയാ, ഇതൊക്കെ ബല മുസീബത്ത്. ഓളെ കൂടെ ദുനിയാവ്. കോഴി അങ്ങോട്ട് പോ, റബ്ബിനെടുക്കല്ല. 6 അടി മണ്ണുണ്ട്, അല്ലാതെ ഓഫിക്കത് അങ്ങോട്ട് പോ. ഇതൊന്നും വലിയന്മാർ പറഞ്ഞൊന്നും മനസ്സിലാവൂല. ഖുർആൻ ഓതിട്ടാ പറഞ്ഞിരുന്നത്, വേണമെങ്കിൽ മനസ്സിലായിക്കോ. ഇനി നാളെ പറയാൻ പറ്റൂല, ഞങ്ങൾക്കാരും വന്നില്ല. ഈ കാസർഗോഡിന്റെ ഓരോ മൂലയും സ്കാൻ ചെയ്തെടുത്താൽ EP അബൂബക്കർ മുസ്ലിം ഇറങ്ങി തെളിഞ്ഞേക്കും. കാരണം നാളെ പറയാൻ പറ്റൂലല്ലോ. ഞങ്ങളെന്ന് അറിഞ്ഞില്ലേ, അള്ളാഹു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിഞ്ഞതേ ഇല്ല പോലും, ഇങ്ങനെ ഞങ്ങൾ അറിഞ്ഞിട്ടേ ഇല്ല എന്ന് നാളെ പറയാൻ പറ്റൂല. അതിനാണ് ഇത് പറഞ്ഞിരുന്നത്. കല്യാണം നടത്തിക്കോ, ആഡംബരങ്ങളോ അനാവശ്യങ്ങളോ നടത്തുന്നതിന്. ഞാൻ കെട്ടിയ പെണ്ണിന് എന്റെ കൂടെ കയറി മണിയറിയിക്കാൻ നിനക്കെന്താ അവകാശം? നീ എന്തിനാ എന്റെ കൂടെ വരുന്നു? എന്റെ ഭാര്യ ഓളുടെ വാപ്പ കൈക്ക് പിടിച്ച് തന്നാൽ അത് എനിക്കുള്ളതാണ്. അത് വേറെ ആർക്കും കാണാനുള്ളതല്ല, അവളുടെ കൈക്ക് പിടിക്കാനുള്ളതല്ല, അവളെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കാനുള്ളതല്ല. അത് പാശ്ചാത്യ സംസ്കാരം, അത് ഇസ്ലാമിക സംസ്കാരം അല്ല. അത് ഇസ്ലാമിക സംസ്കാരം ഹറാം. അതുകൊണ്ട് അമാനത്ത്, അവയവങ്ങൾ അമാനത്താണ്. അൽ അഅ്ളാഉ അമാന, അവയവങ്ങൾ അമാനത്താണ്. പരിശുദ്ധ ഖുർആൻ ഇവിടെ അവതരിപ്പിക്കുന്നു, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടരുതേ ചെറുപ്പക്കാരാ. വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം, വിവരമില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടരുതേ. കാരണം എന്തെന്നറിയോ? ഇന്ന السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ഈ കണ്ണിനെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും, ഈ കാതിനെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും, ഈ ഹൃദയത്തെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും, ഈ കൈകളെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും, ഈ കാലുകളെ കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും. ഖുർആൻ ഇന്നും വെറുതെ ഒന്നുമല്ല. ഖുർആൻ ഹത്തോതാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ സാധനമൊന്നുമല്ല ഖുർആൻ. നേർച്ച വസ്തുവൊന്നുമല്ല. എന്റെ മോടെ പ്രസവം എളുപ്പമാവാൻ ഞാനൊരു ഖുർആൻ ഇതാ നിയത്തി ചെയ്തിരിക്കുന്നു. തീർന്നു. അത് ഒട്ടിച്ചു വെച്ചാൽ തുറന്നു പോലും നോക്കൂല. അത് അങ്ങനെ തന്നെ. മോള് 10 പ്രസവിച്ചാലും അത് പൊട്ടിച്ചു കാണില്ല ഖുർആൻ. നേർച്ച അറിയോ? എവിടെ നമ്മൾ തോന്നുന്നു അങ്ങനെ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. അല്ലാതെ യാസീൻ നല്ലപോലെ ഓതിയതിന്റെ അർത്ഥം എന്താ അറിയണ്ടേ? മയ്യത്ത് കൊണ്ട് വെച്ചിട്ട് ഓതല്ലേ, പക്ഷെ അർത്ഥം അറിയണ്ടേ? اليوم نختم على أفواههم وتكلمنا أيديهم وتشهد أرجلهم بما كانوا يكسبون. الله أكبر. നാളെ ആഖിറത്തിൽ വരുമ്പോൾ രംഗം എന്തായിരിക്കും? ആരറിയും? ആര് മനസ്സിലാക്കും? നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ് ഇന്ന
أول عظم يتكلم من الإنسان يوم يختم على الأفواه فخذه من الرجل الشمال كما قال رسول الله. റാഗിങ് നടക്കാൻ പോകുന്ന ചെറുപ്പക്കാരൊക്കെ ശ്രദ്ധിച്ചോ. ഇനി അടുത്ത കല്യാണം എവിടെയാന്ന് ഞങ്ങളിങ്ങനെ വണ്ടിയിൽ വരുമ്പോ വണ്ടിയിൽ ചെമ്പ് ഭക്ഷണത്തിനുള്ള പാത്രം കൊണ്ടുപോകുമ്പോഴേ വണ്ടി ഓടിച്ചോണ്ടെന്ന് ഒരു ചങ്ങാതി വൈ നാളെ ചാപ്പാടുണ്ട് ചെമ്പ് പോകുന്നു, ബിരിയാണി ഉണ്ടാക്കുന്ന ചെമ്പ് പോകുന്ന. അപ്പൊ അതിന് വല്ലാത്ത സമ്മാനം. ഭക്ഷണം തിന്നാൻ ഉണ്ടാക്കുക കുടിക്കുക എന്നുള്ളതല്ലാതെ ഞങ്ങൾ പോയിട്ട് തിന്നിട്ട് ചെന്നത്. ഇപ്പൊ നമ്മുടെ അടുത്തൊരു ഇവിടെ ഒരു പള്ളിയിൽ ഉസ്താദ് പ്രസംഗിച്ചു പോലും കഴിഞ്ഞ വെള്ളിയാഴ്ച കണ്ടോ ഈ ആഡംബരമൊക്കെ കുറയ്ക്കണമെന്ന്. അപ്പൊ ഇറങ്ങിയ പാടെ ഭയങ്കര ശബ്ദം. ചെറുപ്പക്കാര് ഉസ്താദ് അങ്ങനെ പ്രസംഗിച്ചിട്ടുമില്ല, ഞങ്ങളൊട്ട് കേട്ടിട്ടുമില്ല. അത് മാത്രം ഇവിടെ പറ്റൂല. ഇവിടെ ഭക്ഷണം ഇല്ല, ആഡംബരം ഇല്ല ഒന്നും ഇവിടെ നടക്കൂല. അത് മാത്രം ഉസ്താദ് പറയരുത്. എന്താ ചെയ്യാ? ഉസ്താദിനെ ഗരാവോ ചെയ്ത് വെക്കുന്ന കാലഘട്ടം. ഒന്നും പറയാൻ പറ്റൂല. നമ്മുടെ കൂടെ ഇരുന്ന് വാതെല്ലാം കേൾക്കും. മോടെ കല്യാണം വരുമ്പോ കൊല്ലം ഷാഫിയെ വിളിച്ച് ഗാനമേള നടത്തും. പറഞ്ഞിട്ട് കാര്യമുണ്ട്, ഇതൊരു അമാനത്തല്ലേ. എന്താ പിന്നെ ഇപ്പൊ പുണ്യോ ഈ പ്രസംഗം കേട്ടിട്ട് തൗബ ചെയ്യാലോ. പണ്ട് നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞാണ് 2-3 പ്രാവശ്യം കൂടെ വ്യഭിചരിച്ചിട്ട് അങ്ങ് തൗബ ചെയ്യാം, പിന്നെ മേലെ വ്യഭിചരിക്കാതിരിക്കണ്ട. അപ്പൊ ഇതിന്റെ കുറ്റം പറയുമ്പോ അങ്ങനെയാണ്. എല്ലാത്തിനും ഒരു തൗബ. ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഈ തൗബ റമളാൻ മാസത്തില് അള്ളാഹു തൗഫീഖ് അതിലൂടെ വരുന്നുണ്ട്. തൗബ എന്താ ഞാൻ പറഞ്ഞുതരാം. അവിടെ ഈ റമളാൻ മാസത്തിൽ പറയുമ്പോഴേ തൗബ എന്ന് പറഞ്ഞ അവസരം. ഇപ്പൊ എല്ലാരും ഈ തൗബ എന്ന് പറഞ്ഞാൽ എന്ത് തോന്നിയാസം ചെയ്തിട്ട് ചുമ്മാ ലൈറ്റ് അണച്ചു വെച്ചിട്ട് അസ്തഗ്ഫിറുല്ലാ ഞാൻ വ്യഭിചരിച്ചു. ആരാ വ്യഭിചരിക്കാത്തവനും പറയണം ഞാൻ വ്യഭിചരിച്ചു. പുറത്തു തരുമോ എന്നുള്ളത് അള്ളാഹ്ക്ക് അറിയാവും, എവിടെ കിട്ടുക എന്നുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളെ തൗബ ചെയ്യുക. തൗബ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് സത്ത അറിയില്ല, മനസ്സിലാക്കണം. ഇൻഷാ അല്ലാഹ് റമളാൻ പ്രഭാഷണത്തിന് വരുന്നുണ്ട്. അള്ളാഹ് തൗഫീഖ് ചെയ്ത് അന്നേരം നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പൊ അതിനിപ്പോ സമയമില്ല. ഒന്നാമത് ഈ സുഖമില്ലാതിരിക്കുമ്പോൾ എൻ്റെ കൂട്ടത്തിന് അടുത്തൊരു പരിപാടിയും കൂടി. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, അവയവങ്ങളെല്ലാം അമാനത്താണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അവയവങ്ങളെല്ലാം അമാനത്താണ്. കണ്ണ്, കാത് എല്ലാം അമാനത്താണ്. നമ്മുടെ ഒരു ചങ്ങാതി പറയാ, ഇപ്പൊ ഈ അടുത്ത് ഇന്ന് ഒരു ചങ്ങാതി പറയാം, നമ്മുടെ കൂടെ ഒരു സുഹൃത്തിനെ കണ്ടവൻ പറയാം, എന്താ ഇമ്മാനുവല്, എന്താ നല്ല കുടുംബ പടം, ഒരു അനാവശ്യമില്ല, ഒരു ചണ്ടില്ല, അതില്ല ഇതില്ല, ആവശ്യമില്ല. ഒന്നുകൂടെ കാണണോ? ആരാ? 5 നിസ്കാരമുള്ള ചങ്ങാതി, എല്ലാ വാതുകളും കേൾക്കുന്ന ചങ്ങാതി, ഇബാദത്തെടുക്കുന്ന ചങ്ങാതി. എന്താ അപ്പൊ മമ്മൂട്ടി അങ്ങാനും കിട്ടിയിരുന്ന മുസാവാത്ത് ഏത്, മുആനക്കത്ത് ഏത്, പൊരുത്തം വാങ്ങിയനല്ല. അപ്പൊ കൂടെ എണ്ണ ഒരാൾ പറയാ, അത്രയ്ക്കും ഭയങ്കര, അത്രയ്ക്കും നല്ലതാ. അപ്പൊ നീ അപ്പൊ ഇന്നലെ പോയാ? എനിക്ക് ഇൻഷാ അല്ലാഹ് എനിക്ക് കൂടെ പോകണം. അതിനൊരു ഇൻഷാ അല്ലാഹ് അങ്ങനെയുണ്ട് അല്ലെ? ഇൻഷാ അല്ലാഹ് ഒരു ഉംറയ്ക്ക് പോകണമെന്ന് പറയുന്ന പോലെ, ഇൻഷാ അല്ലാഹ് ഒന്ന് ഹജ്ജിന് പോകണമെന്ന് പറയുന്ന പോലെ, ഇൻഷാ അല്ലാഹ് എന്നാ പിന്നെ ഇമ്മാനുവല് അമ്മക്കൊന്ന് പോയി കളയാം. എന്താ സംഭവം ഒന്ന് ആലോചിച്ച്. മനുഷ്യന്മാർ ഈ വാത് കേട്ട് എന്താ ഇപ്പൊ പുണ്യോ? വെറുതെ ഞങ്ങളുടെ തൊണ്ട പോണ അല്ലാതെ എന്ത് പുണ്യോന്ന് ഞാൻ ഈ ആലോചിക്കുന്നത്. അതുകൊണ്ട് അവയവങ്ങൾ അമാനത്താണ്. കണ്ണ് അമാനത്താണ്. ഇമ്മാനുവല് കണ്ണെന്ന കണ്ണ് അമാനത്താണ്. ലോക്പാൽ ബില്ലല്ല, ലോക്പാൽ കണ്ണ് അമാനത്താണ്. സഹോദരിമാരെ എല്ലാം കാണുമല്ലോ, ഖലാക്കാതെ കൃത്യമായിട്ട് നിങ്ങൾ കാണുന്നത് കണ്ണ് അമാനത്താണ്. അതാണ് അല്ലാഹു തആല പറഞ്ഞ ഖുർആനിൽ, വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. കണ്ണ്, കാത്, ഹൃദയം, ഇതിനെക്കുറിച്ച് നാളെ ചോദ്യമുണ്ടാകും. നീയല്ല മറുപടി പറയാൻ പോണത്. അവർ ശ്രദ്ധിച്ചോ, നമ്മളല്ല മറുപടി, നാവല്ല. അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം. ഇന്നേ ദിവസം ഈ മഹ്ശറ വൻസഭയിൽ ഇന്ന് നാം നിങ്ങളുടെ നാവുകൾ സീല് വെച്ച് പൂട്ടിക്കളയും. നില്ലെன்று சொன்னால் பேசக்கூடாது. സ്റ്റോപ്പ് എന്ന് சொன்னால் பேசக்கூடாது. തീർന്നു, സംഭവം തീർന്നു. اليوم نختم على أفواههم.
പിന്നീട് ആരാണ് സംസാരിക്കുന്നതെന്നറിയുവോ? വതുകല്ലിമുനാ ഐദീം, അവരുടെ കൈകളാണ് സംസാരിക്കുക. മനസ്സിലായോ? ഖുർആൻ നീ സംസാരിക്കേണ്ടതില്ല, നീ സംസാരിക്കേണ്ടതില്ല. വതുകല്ലിമുനാ ഐദീം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. കാലുകൾ നാളെ സാക്ഷ്യം പറയുകയാണ്. അതാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇന്ന അവ്വല അഹ്മിൻ യതകല്ലമു മിനൽ ഇൻസാൻ യൗമ യുഖ്തമു അലൽ അഫ്വാഹ്. നാളെ ആഖിറത്തിൽ മനുഷ്യന്റെ വായിൽ സീല് വെക്കപ്പെടുമ്പോ ആദ്യമായി അവന്റെ അവയവങ്ങളിൽ നിന്ന് സംസാരിക്കുന്ന അവയവം ഫഖ്ദുഹു മിനർ റിജ്ലി ശിമാൽ, അവന്റെ ഇടത് കാലിന്റെ തുടയല്ലാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇടത് കാല് പറയും, ഇതെവിടെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. സ്കൂളിൽ പോകുമ്പോ, ബസ്സിൽ പോകുമ്പോ, ബൈക്കിൽ പോകുമ്പോ, ഗൾഫിൽ പോകുമ്പോ, അവിടെ പോകുമ്പോ, ഇവിടെ പോകുമ്പോ ഈ കാല് തുട ആരൊക്കെ മുട്ടിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും പറയാൻ പാടില്ല, നിങ്ങൾ പറയാൻ പാടില്ല. കാരണം നമ്മൾ നാവ് കളവല്ലേ പറയുള്ളൂ. തുട അങ്ങോട്ട് പറഞ്ഞോളൂ. എല്ലാം സ്കാൻ ചെയ്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് എന്താ? ആരും അറിയില്ല. ലൈറ്റ് അണച്ച് മുറിയിൽ ആരുമില്ല. വാപ്പുണ്ടോ, ഉമ്മ ഉണ്ടോ, പള്ളിക്കാരുണ്ടോ, നാട്ടുകാരൻ ആരുമില്ല. പിന്നെ തുടയും കൂടെ യോജിച്ചു. ആരും അറിയുന്നില്ലല്ലോ. ക്യാമറ ഇവിടെ ഉണ്ട്. സംഭവം ലോഡ്ജ് എടുക്കാൻ റൂമിൽ പോകുമ്പോ എല്ലാം നോക്കും. ബൈനാക്കുലർ വെച്ച് എവിടെയെങ്കിലും ഉണ്ടോന്ന് ക്യാമറ എല്ലാം നോക്കൂലേ? പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ ക്യാമറ ഉണ്ട്. വകുല്ല ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി. കൊണ്ടുവന്നിട്ട് ഇപ്പൊ ഞാനിപ്പോ പ്രസംഗിക്കാൻ വന്നിരുന്നപ്പോ എന്റെ കഴുത്തിൽ കൊണ്ടുവന്നിട്ട് സാധനം. ഇതിന്റെ ആയത്ത ഞാനിപ്പോ പോകുന്നത് എന്തിനാ? ഗസ്റ്റ് ഉദ്ഘാടനവും മതവിജ്ഞാന പൊതുസമ്മേളനം. ചില സ്ഥലത്ത് പേരെഴുതും, ഇന്നാൾക്കുള്ള പേരൊക്കെ എഴുതും. അവർക്ക് വേണ്ടിയുള്ള ഒരു ടാഗ് കൊടുത്തിട്ട് വകുല്ല ഇൻസാൻ, ഓരോ മനുഷ്യർക്കും അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി, അവരുടെ കഴുത്തിൽ അവരുടെ ഭാഗധേയം നിർണയിക്കുന്ന ഒരു ഗ്രന്ഥം നാം കൊളുത്തിയിട്ടിട്ടുണ്ട്. ഞാനിപ്പോ ചീഫ് ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ്, ഓരോരുത്തരെ കുറിച്ചുള്ള ചീഫ് ഗസ്റ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ വ്യക്തികളുടെ പേരെഴുതി കൊടുത്ത്. അതാണ് ഈ സാധനം. ഇതിന്റെ ആയത്തെ ഞാനിപ്പോ ഓതിയത്. ഇത് പരിപാടി കഴിഞ്ഞാൽ ആ മന്നാ സല്ലംന ഒരു തൂര കളഞ്ഞ് പൊട്ടിച്ച് കളഞ്ഞു, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഞാൻ ഒരു ഗസ്റ്റും അല്ല, ഒന്നുമല്ല, ആരാ. പിന്നെ അടുത്തടുത്ത് പോകുമ്പോ അവര് കൊണ്ടുവന്ന് അടുത്ത് വിടും. പക്ഷെ പൊട്ടിച്ച് കളയാൻ പറ്റാത്ത സാധനം അല്ലാഹു നമ്മളിൽ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. വകുല്ല ഇൻസാൻ അൽസംനാഹു ത്വാഇറഹു ഫീ ഉനുഖി വനുഖ്രിജു ലഹു യൗമൽ ഖിയാമത്തി കിതാബാ യൽഖാഹു മൻശൂറാ. ഖിയാമത്ത് നാളാകുമ്പോ മനുഷ്യ, നിന്റെ ഭാഗധേയമുണ്ടല്ലോ, നാം അത് പുറത്തെടുക്കും. കിതാബാ, ഒരു പുസ്തക രൂപത്തിലാക്കി തരും. യൽഖാഹു, നിനക്കത് കാണാൻ കഴിയും. മൻശൂറാ, ഒരു തുറന്ന പുസ്തകം പോലെ നിനക്കത് കാണാൻ കഴിയും. തുറന്ന പുസ്തകം, അടഞ്ഞ അധ്യായമല്ല, തുറന്ന പുസ്തകം. മൻശൂറാ. തലമുറ സംഘം, യുവജന സമ്മേളനം, വിദ്യാർത്ഥി മീറ്റ്, തൊഴിലാളി കൂട്ടായ്മ, മതവിജ്ഞാന സദസ്സ്, ഫൈറ്റ് ഗാർഡ് പരേഡ്, പൊതു സമ്മേളനം, ഇതേപോലെ കൊണ്ടുതരും വായിക്കാൻ. എന്നിട്ട് എന്താ പറയാ? ഇത് നമ്മുടെ കല്യാണം പച്ചപ്പുഴയോ, പച്ചപ്പുഴയോ, ഇവിടെ പച്ചപ്പുഴ പരിസരത്തൊക്കെ പകലൊന്ന് വരണം ഇവിടെ കാണാൻ. നല്ല സ്ഥലം. അപ്പൊ ഇത് നമ്മളിവിടെ ഇറക്കി. ഇതെന്തിനാ ഇപ്പൊ തന്നങ്ങൾക്ക്? വീട്ടിൽ കൊണ്ട് ഫ്രിഡ്ജ് വെക്കാനാ?
ഇത് വായിച്ചു നോക്കാനല്ലേ. ഇതിനകത്തുള്ള സംവിധാനങ്ങൾ എന്താണ്, എന്തൊക്കെയാണ് ഇവിടുത്തെ സംവിധാനങ്ങൾ, എന്തൊക്കെയാണ്, ആരൊക്കെയാണ് ഇതിന്റെ പിൻഗാമികളും മുൻഗാമികളും, ഇതൊക്കെ എന്തൊക്കെയാണ്, ഈ പാർട്ടി ഗ്രാമം കൊണ്ടുള്ള ലക്ഷ്യം എന്താണ്, ഈ എന്താ മുസ്ലിം ലീഗിന്റെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്, ഇതിനൊക്കെ കുറിച്ചൊക്കെ ഒരു മൊത്തത്തിലൊരു രൂപരേഖയാണ്. എന്തിനായി തന്നത്? വായിക്കാൻ. അല്ലാതെ വീട്ടിൽ കൊണ്ടുവയ്ക്കാനല്ല, ഇത് തന്ന് വായിക്കാനല്ലേ. എന്നതുപോലെ നമുക്ക് ഈ തന്നിട്ടുള്ള നമ്മുടെ ഈ ടാഗ് ഉണ്ടല്ലോ, അള്ളാഹ് ഫിറ്റ് ചെയ്ത് ഇതെടുത്ത് ഒരു പുസ്തക രൂപത്തിലാക്കി നമ്മുടെ കയ്യിൽ കൊണ്ടുതരും മലക്കൾ. അബൂബക്കർ പിടിച്ചോ, എന്നിട്ട് പറയും ഇഖ്റാ കിതാബക് ഇഖ്റാ കിതാബക് കഫാ ബിനഫ്സികൽ യൗമ അലൈക ഹസീബാ. ഇത് നിന്റെ പുസ്തകമാണ്, നിന്റെ നന്മതിന്മയാണ്, അതിന്റെ രേഖകളാണ്. രഹസ്യമായി ചെയ്തത്, പരസ്യമായി ചെയ്തത്, ഒറ്റയ്ക്ക് ചെയ്തത്, കൂട്ടായി ചെയ്തത്, ഒളിച്ചു ചെയ്തത്, സംഘത്തോടെ ചെയ്തത്, കാറിൽ വെച്ച് ചെയ്തത്, ബൈക്കിൽ വെച്ച് ചെയ്തത്, അവിടെ പിടിച്ചത്, ഇവിടെ പിടിച്ചത്, അവിടെ കടിച്ചത്, ഇവിടെ കടിച്ചത്, മുഴുവനും ഇതിനകത്തുണ്ട്. ഇഖ്റാ കിതാബക്. വൈറസ് കയറൂല, ഡിലീറ്റായി പോവുകയില്ല. ഇവിടുത്തെ സാധനം ഡിലീറ്റ് ആക്കി കളയാം, അല്ലെങ്കിൽ വൈറസ് കയറി ഫോർമാറ്റ് ചെയ്ത് മൊത്തം പോയി സംഭവം. അവിടെ അങ്ങനെ പോവൂല. ഇഖ്റാ കിതാബക് കഫാ ബിനഫ്സികൽ യൗം അലൈക ഹസീബാ. ഇന്നേ ദിവസം നിന്നെ ശിക്ഷിക്കാനുള്ള ഈ തെളിവ് മാത്രം ഞങ്ങൾക്ക് മതി, മറ്റൊരു തെളിവും ഞങ്ങൾക്ക് വേണ്ട. എന്താ പറയാ, എന്തായാലും എതിർക്കാൻ പറ്റുമോ? CD ഇട്ടുള്ള തരും. CD ഇന്നത്തെ ഈ LCD യും ഇന്നത്തെ ഈ VCD യും ഇതൊക്കെ തെളിവ് എന്തെന്നറിയോ? ആഖിറത്തിന്റെ ഒരു തെളിവാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, യുദ്നൽ അബ്ദു യൗമൽ ഖിയാമ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തന്റെ ദാസനെ അരികിലേക്ക് വിളിക്കുകയാണ്. ഫയുബദാ സയ്യാതുഹു. അവൻ ചെയ്ത ഓരോ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു അവന് കാണിച്ചു കൊടുക്കുകയാണ്. അടിമയെ മെല്ലെ വിളിക്കും, നല്ല ഷാളൊക്കെ ഇട്ട് ഉഷാറായിട്ട് സ്വർഗത്തിൽ കയറി പോകാൻ വേണ്ടി ഇങ്ങനെ പോകുമ്പോൾ അള്ളാഹ് വിളിച്ചു കൊണ്ടുവന്നിട്ട് പടച്ച തമ്പുരാൻ അവന്റെ ഒരു മുബാറക്കായ വസ്ത്രത്തിനുള്ളിലേക്ക് നമ്മളെ അങ്ങോട്ട് പ്രവേശിപ്പിച്ചിട്ട് CD അങ്ങോട്ട് ഓണാക്കി ഇട്ട് കൊടുക്കും, LCD പ്ലെയർ ഇട്ട് കൊടുക്കും. ഇന്നത്തെ ഉദാഹരണം പറയാണ്, ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് അവിടെ ഇങ്ങനെ വരും, എൻ്റർ അടിക്കുക, പാസ്വേഡ് IP അബൂബക്കർ അൽ ഖാസിം, കൊടുക്കോ അടിച്ച്. എന്നിട്ട് അള്ളാഹ് പറയും, നോക്കിക്കോ എന്താ സംഭവം. ഹദീസാണ് ഞാൻ പറയുന്നത്, ഞാൻ ഇപ്പൊ ഒരു തമാശ രൂപത്തിൽ പറഞ്ഞാലോ, നോക്കാൻ പറയൂ, മൊത്തം നോക്കൂ. അവൻ ചെയ്ത ഓരോ തെറ്റുകളെ അവന്റെ മുന്നിൽ അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. ഉടനെ അവന്റെ ഹൃദയം തകർന്നു പോകുന്നു. പടച്ചവനെ, എനിക്കിനി രക്ഷയില്ല. ഞാൻ വലിയ പ്രതീക്ഷയോടുകൂടി കടന്നു വന്നതാണ്. വലിയ പ്രതീക്ഷയായിരുന്നു, സ്വർഗത്തിന്റെ സോപാനം അലങ്കരിക്കാൻ എനിക്ക് സാധിക്കുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടി കടന്നു വന്ന ഞാനാണ്. പടച്ചവനെ, ഞാൻ പ്രായപൂർത്തി എത്തിയ സമയം മുതൽ മരിക്കുന്നത് വരെ ഞാൻ ചെയ്ത എല്ലാ തെറ്റുകളും ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ ഇല്ലാ അഹ്സാഹാ. ഒരു വള്ളി പുള്ളി പോലും തെറ്റാതെ പടച്ചവനെ, അതിനൊരു ന്യൂനത പോലും വരാതെ ഞാൻ ചെയ്ത ചെറുപ്പം മുതലേ ചെയ്ത സകലമാന തെറ്റുകളും ഇതിലുണ്ടല്ലോ അല്ലാ. എനിക്കിനി രക്ഷയില്ലല്ലോ റബ്ബേ, അല്ലാഹുവിന്റെ മുന്നിൽ വെച്ച് പൊട്ടിക്കരയോ? ശരിയല്ല, ആലോചിച്ച് നോക്കി. നമ്മുടെ രഹസ്യം ഒന്ന് ഇങ്ങനെ പരസ്യപ്പെടുത്തിയാൽ എന്തായിരിക്കും രംഗം? ആലോചിച്ച് നോക്കി. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ന്യൂനതകളെ മറച്ചു വെക്കട്ടെ. അല്ലാഹു മറച്ചു വെക്കട്ടെ ന്യൂനതകളെ. ആഖിറത്തിലെങ്ങാണ് നമ്മുടെ ന്യൂനത എങ്ങാണോ അല്ലാഹുവോട് പരസ്യപ്പെടുത്താൻ നിന്നാല് നമ്മളൊക്കെ തകർന്നു പോകും, നമ്മളെല്ലാം തകർന്നു പോകും. അത്രയ്ക്ക് രഹസ്യ പണിയാ നമ്മൾ ചെയ്യണത്. രഹസ്യത്തിലും പകൽമാന്യന്മാരാ നമ്മളെല്ലാരും. രഹസ്യത്തിൽ ലൈറ്റ് പടച്ചവനെ, പാതിരാ 12 മണിക്ക് സൂര്യൻ ഉദിക്കണം. ഓരോ മാന്യന്മാരും ചെയ്യുന്ന പണി എന്താന്നുള്ള അറിയാൻ പറ്റും അല്ലേ? അല്ലാഹു നമ്മളെ ന്യൂനതകളെ മറച്ചു വെക്കട്ടെ. അപ്പൊ ഇങ്ങനെ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആരും ഒപ്പിയെടുക്കുന്നു? ഈ ക്യാമറ ഒപ്പിയെടുത്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ടാണ് കൈ നാളെ പറയും, പടച്ചവനെ, ഞാൻ ഇന്ന സ്ഥലത്തെല്ലാം ഈ കൈ കൊണ്ട് കടത്തിയിട്ടുണ്ട്.
കാല് പറയും ഞാൻ ഇന്ന ഇന്ന സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. ഹൃദയം പറയും ഇന്നവളെ കുറിച്ച് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇന്നവനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. കണ്ണ് പറയും ഇത്ര സീരിയല്, ഇത്ര മെഗാ ഷോ, ഇത്ര പട്ടുറുമാല്, ഇത്ര റിയാലിറ്റി ഷോ, ഇത്ര സിനിമ, ഇത്ര നാടകം, ഇത്ര കോമഡി, ഇത് മുഴുവനും ഈ കണ്ണ് കണ്ടിട്ടുണ്ട്. കണ്ണ് പറഞ്ഞോളൂ, നിങ്ങളൊന്നും പറയേണ്ടതില്ല. എത്രത്തോളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവിടെ നാളെ നീതി വാങ്ങി കൊടുക്കുമെന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലതുഅദ്ദുന്നൽ ഹുഖൂഖ ഇലാ അഹ്ലിഹാ ഹത്താ യുഖ്തസ ലിശാത്തിൽ ജമ്മാഇ മിനൽ ഖർനാ. ഒരു ദുനിയാവിൽ ഒരു കൊമ്പുള്ള ആട് കൊമ്പില്ലാത്ത ഒരാടിനെ കുത്തിപ്പരിക്കേൽപ്പിച്ചാൽ നാളെ ആഖിറത്തിൽ കൊമ്പില്ലാത്ത ആടിന് വേണ്ടി കൊമ്പുള്ള ആടിൽ നിന്ന് പ്രതികാര നടപടി സ്വീകരിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. മനസ്സിലായോ? കൊമ്പുള്ള ഒരാട് കൊമ്പില്ലാത്ത ആടിനെ കുത്തി, കൊമ്പില്ലാത്ത ആട് എന്താ ചെയ്യാ? തിരിച്ചു കൊത്താൻ പറ്റുമോ? ഇല്ല. അപ്പൊ നാളെ ആഖിറത്തിൽ ഈ രണ്ട് ആടിനെയും അള്ളാഹുടെ ഹാജരാക്കിയിട്ട് അള്ളാഹു പറയും, കൊമ്പില്ലാത്ത ആടിനോട് പറയും കുത്രവനെ, കുത്രോ കുത്രോ കുത്രോ. കൊമ്പില്ലാത്ത ആട് കൊമ്പുള്ള ആടിന് കുത്തി പരിക്കേൽപ്പിക്കും, എന്നിട്ട് രണ്ടിനെയും മരിപ്പിക്കും നാളെ ആഖിറത്ത്. അതുപോലെ നാളെ അള്ളാഹു അവിടെ നീതി വാങ്ങിക്കൊടുക്കും. പിന്നെ നമ്മുടെയൊക്കെ കാര്യം പറയണം. കൈ കാല് ചെയ്തത് മൊത്തം, കണ്ണ് ചെയ്തത് മൊത്തം. ഹദീസുകൾ ഒരുപാടുണ്ട്, സമയമില്ല പറയാൻ. ഹൃദയം ചിന്തിച്ചത്, കാലുകൊണ്ട് നടന്നത്, കൈകൊണ്ട് പ്രവർത്തിച്ചത്. പക്ഷെ ഇപ്പൊ നമുക്ക് സമയമുണ്ട് തൗബ ചെയ്യാൻ. ഡിലീറ്റ് ആയി പോകും. ഇപ്പൊ ഡിലീറ്റ് ആയി. തൗബ ചെയ്തിട്ട് പിന്നെ വീണ്ടും ആദ്യം പോലെ ഒന്നും കൂടെ പണിയാൻ നിൽക്കരുത്. ഇപ്പൊ ഒരു തൗബ ചെയ്ത് അങ്ങോട്ട് ഒഴിവാക്കിയാൽ അൽഹംദുലില്ലാ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞാൽ അള്ളാഹ് അത് ഏറ്റെടുക്കും. അതല്ലാതെ ഈ തെറ്റുകളുമായിട്ട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് നാളെ വീണ്ടും വീണ്ടും ഈ തെറ്റിലേക്ക് നമ്മൾ മടങ്ങിക്കൊണ്ടിരുന്നാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരിക്കലും അത് ഏറ്റെടുക്കുകയില്ല. കാരണം എന്താ? ഖുർആൻ പറഞ്ഞെന്താ? والذين إذا فعلوا فاحشة أو ظلموا أنفسهم ذكروا الله فاستغفروا لذنوبهم ومن يغفر الذنوب إلا الله ولم يصروا على ما فعلوا وهم يعلمون. ഒരാളൊരു തെറ്റ് ചെയ്തു, അല്ലെങ്കിൽ സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചു, അള്ളാഹയെ കുറിച്ച് ഓർത്തു. നമ്മൾ ചെയ്തത് തെറ്റാണ്, അപരാധമാണ്, അധർമ്മമാണ്, പാടില്ല, ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. അവൻ തന്റെ തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ചു റബ്ബിന്റെ അടുക്കലേക്ക്, അല്ലാഹുവേ എന്റെ കൈകൊണ്ട്, കണ്ണുകൊണ്ട്, കാതുകൊണ്ട്, ഹൃദയം കൊണ്ട്, ഗുഹ്യാവയവങ്ങൾ കൊണ്ട് ചെയ്തു പോയത് അപരാധമായി പോയി പടച്ചവരെ. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് അവർ തന്റെ പാവങ്ങളിൽ നിന്ന് പശ്ചാത്തപിച്ച് തന്റെ ശാരീരികമായി മാനസികമായി അവർ ശുദ്ധി കലശം നടത്തിയാൽ അല്ലാഹു അല്ലാതെ പുറത്തു കൊടുക്കാൻ ആരാണുള്ളത്? അല്ലാഹു അല്ലാതെ മാപ്പ് നൽകാൻ ആരാണുള്ളത്? അല്ലാഹു അവന് മാപ്പ് ചെയ്തു കൊടുക്കുമെന്ന് സാരം. പക്ഷേ ഒരു കണ്ടീഷൻ അല്ലാഹു നമ്മളോട് പറയുകയാണ്, വലം യുസിറൂ അലാ മാ ഫഅലൂ വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് ഇനി മേലിൽ ആ തെറ്റിലേക്ക് കടക്കരുത് എന്ന ദൃഢനിശ്ചയം കൂടി നീ എടുത്തു കഴിഞ്ഞാൽ നീ ചെയ്ത ഏത് വലിയ അപരാധങ്ങളും അല്ലാഹു മാപ്പ് ചെയ്തു തരുമത്രേ. അതാണ് കണ്ടീഷൻ. ഇപ്പൊ എല്ലാം ഡിലീറ്റ് ആക്കിയിട്ട് നാളെ വീണ്ടും നല്ല ഒരെണ്ണത്തെ കാണുമ്പോ പിന്നെ അങ്ങോട്ട് നോക്കിയിട്ട് ഒന്ന് കണ്ണടച്ചു കൊടുക്കുക, ചുണ്ടൊന്ന് കടിച്ചു പിടിക്കുക, അത് വണ്ടി ഇവിടെ ഓടും. ആ പണിയാണ്. അതുകൊണ്ട് ചെയ്തതൊക്കെ പോട്ടെ, അവരത് അള്ളാഹുവോട് പശ്ചാത്തപിച്ചിട്ട് ഇനി നമ്മൾ സൂക്ഷിച്ചാൽ നമ്മുടെ കണ്ണും കാതും നമുക്ക് വേണ്ടി അനുകൂലമായിട്ട് പറയും. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സലാസത്തുൻ ലാ തറാ അയ്യുനുഹുമുൻ നാർ. മൂന്ന് കൂട്ടരുടെ കണ്ണ് നരകം കാണുകയില്ല. അല്ലാഹു അക്ബർ.
മൂന്ന് കൂട്ടരുടെ കണ്ണ് നരകം കാണുകയില്ല. അതായത് മൂന്ന് കൂട്ടർ നരകത്തിലേക്ക് പ്രവേശിക്കുകയില്ല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്ന് ഐനുൻ, ഒരു കണ്ണ്, ഗല്ലതു അൻ മഹാരിമില്ലാഹ്, ഹറാമായ കാഴ്ചകൾ കണ്ടിട്ട് ഹറാമുകളിൽ നിന്ന് കണ്ണിനെ അടച്ചു പിടിച്ച മനുഷ്യ, നിന്റെ കണ്ണ് നാളെ നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. കണ്ണടച്ചു പിടിച്ചു, കണ്ട മാത്രമേ. എന്താ സാധനം, മുതല് അടച്ച് നീ കാത്തൊരു അപ്പോഴേ അങ്ങോട്ട് തീ ഓർക്കണം. കണ്ണ് നരകത്തിന്റെ തീ. മൻ മലഅ ഐനൈഹി മിനൽ ഹറാം മലഅ അല്ലാഹു ഐനഹു മിനൻ നാർ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും തന്റെ കണ്ണുകൾ ഹറാമുകൾ കൊണ്ട് നിറച്ചാൽ മല അല്ലാഹു ഐനഹു മിനൽ ഹറാം മിനൻ നാർ, നരകത്തിന്റെ തീക്കട്ടകൾ കൊണ്ട്, തീക്കനലുകൾ കൊണ്ട് അവന്റെ കണ്ണിനെ അല്ലാഹു നിറയ്ക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ. അല്ലാഹുമ്മ രക്ഷപ്പെടുത്തട്ടെ, അല്ലാഹുമ്മ രക്ഷപ്പെടുത്തട്ടെ. എന്തായിരിക്കും നരകത്തിന്റെ തീ കൊണ്ട് കണ്ണ് നിറയ്ക്കും. നരകത്തെ സൂക്ഷിച്ചു. അമാനത്താണ് അവയവങ്ങൾ, ശാരീരിക അവയവങ്ങൾ അമാനത്താണ്. وَيَوْمَ يُحْشَرُ أَعْدَاءُ اللَّهِ إِلَى النَّارِ فَهُمْ يُوزَعُونَ حَتَّى إِذَا مَا جَاءُوهَا شَهِدَ عَلَيْهِمْ سَمْعُهُمْ وَأَبْصَارُهُمْ وَجُلُودُهُمْ بما كانوا يعملون وقالوا لجلودهم لم شهدتم علينا قالوا أنطقنا الله الذي أنطق كل شيء. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദർബാറിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ. നമ്മുടെ രോമങ്ങൾ, നമ്മുടെ ചർമ്മങ്ങൾ, നമ്മുടെ കണ്ണുകൾ, നമ്മുടെ കാതുകൾ, നമ്മുടെ അവയവങ്ങൾ ഓരോന്നും നാം പ്രവർത്തിച്ചതനുസരിച്ച് അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനോട് നമുക്കെതിരെ സംസാരിക്കുമത്രേ. നമുക്കെതിരെ സാക്ഷി പറയും. നമ്മുടെ കൈ, കണ്ണ്, കാത് എല്ലാം. ഉടനെ നമ്മൾ ചോദിക്കും, വഖാലൂ ലിജുലൂദിഹിം, നമ്മുടെ ശരീരത്തോട്, ചർമ്മങ്ങളോട്, രോമകൂമങ്ങളോട്, അവയവങ്ങളോട് നമ്മൾ ചോദിക്കും, ലിമ ശഹിദ്തും അലൈനാ, എന്തിനാണ് ഞങ്ങൾക്കെതിരെ നീ സാക്ഷ്യം വഹിച്ചത്? ഖാലൂ, ഈ അവയവങ്ങളെ പറയുമത്രേ, അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈ. എല്ലാ വസ്തുക്കളെയും സംസാരിപ്പിച്ച അല്ലാഹ് ഞങ്ങളെ കൊണ്ടും സംസാരിപ്പിച്ചു. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ? ഞങ്ങൾക്ക് കളവ് പറയാൻ അറിയില്ല. അതിനാണ് കളവ് പറയുന്ന നാക്ക് അല്ലാഹു അടച്ചു വെച്ചത്, ബന്ധാക്കി വെച്ചത്. 9 മണി കഴിഞ്ഞു. അടുത്ത സ്ഥലത്ത് ബോവിക്കാനത്ത് പ്രസംഗത്തിന് പോകണം. സുഖമില്ല. ഇന്നത്തോടെ പണ്ടി നിർത്തിയിട്ട് വീട്ടിൽ പോകാൻ പോവുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. ഈ അമാനത്ത് വലിയ വിഷയം വെച്ചിട്ട് ഇങ്ങനെ ഒന്നും രണ്ടും, അത് നിങ്ങൾ ആൾക്കാർ തന്നെ എല്ലാവരും എന്ത് ചെയ്യാനാണ്? തങ്ങന്മാരെ എല്ലാം കൊണ്ട് വിളിച്ച് റെക്കമെൻഡേഷൻ ചെയ്യിപ്പിച്ച് 2-3 പരിപാടിയൊക്കെ ഏൽപ്പിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? റെസ്റ്റ് വേണ്ടേ? ഭാര്യ വീട്ടിലുണ്ടോ എന്നുള്ള കാര്യം തന്നെ ഇപ്പൊ സംശയം. പോകാൻ പറ്റുന്നില്ല. വീടും കൂടെ എല്ലാം പോയി സംഭവം. ഇങ്ങനെ വാള് ഇനിയിപ്പോ നാളെ വാളും മറ്റാൾ എന്താ ഇപ്പൊ ചെയ്യാ? റെസ്റ്റ് വേണ്ടേ? എന്നിട്ട് സംഘാടനം വിളിച്ച് പറയും, വാള് കഴിഞ്ഞാൽ പറയും, ഉസ്താദ് റെസ്റ്റ് എടുക്കണം കേട്ടോ, ഉസ്താദ് റെസ്റ്റ് എടുക്കണോ, 2-3 ദിവസം പ്രസംഗിക്കാൻ പാടില്ല. ഏതാ ഇപ്പൊ ഇനി പറയൂ ഇവര് പരിപാടി കഴിഞ്ഞല്ലോ. അല്ലാതെ കണ്ടങ്ങനെ പറയാ.
അതല്ലേ സംഭവം. അള്ളാഹു തആല ആഫിയത്ത് തരട്ടെ, അള്ളാഹു ആഫിയത്ത് തരട്ടെ. കാരണം നമുക്ക് ഇൽമു പറയലാണ് നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഇഷ്ടവും സംബോധന. പക്ഷെ ആഫിയത്ത് വേണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഇച്ചിരി സാവകാശം മെല്ലെ പറഞ്ഞത്. എന്നാലും കുഴപ്പമില്ല, അൽഹംദുലില്ലാ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇത്രയൊക്കെ പറഞ്ഞു തന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അതെല്ലാം കബൂലാക്കട്ടെ. അപ്പോൾ നമ്മുടെ ഇന്ന് ഇവിടെ നടന്നല്ലോ, നാളെയാണ് ബഹുമാനപ്പെട്ട തങ്ങൾ അവർ ഉദ്ഘാടനം ചെയ്യുന്ന ഈ ഒരു സംരംഭത്തെ അള്ളാഹു വിജയിപ്പിക്കുമാറാകട്ടെ. അതിലൂടെ ഒരുപാട് നന്മകൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നാടിന് നൽകുമാറാകട്ടെ. ഞാൻ ദുബായിൽ പരിപാടിക്ക് പോയപ്പോൾ അവിടുത്തെ KMCC-കാരാണ് നമ്മളെ കൊണ്ടുവന്നത്. അപ്പോൾ അവർ ഒരു 100 കുഴൽക്കിണർ കുഴിച്ചു കൊടുക്കാൻ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ശിഹാബ് തങ്ങളുടെ പേർക്ക് കാസർഗോഡ് ജില്ലയിൽ അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. അള്ളാഹു തആല അതെല്ലാം കബൂലാക്കുമാറാകട്ടെ. അപ്പോൾ കുടിവെള്ളം എത്തിച്ചു കൊടുക്കൽ ഏറ്റവും വലിയ ഒരു ധർമ്മമാണ്. അപ്പോൾ ഇവിടെയും എന്തോ ഒരു അല്ലേ കിണറിന്റെ ഉദ്ഘാടനം കണ്ട താക്കോല കുടിവെള്ളത്തിനല്ലേ, അതുകൊണ്ട് അൽഹംദുലില്ലാ. അപ്പൊ വെള്ളമില്ല, വല്ലാത്ത വിഷമമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അതിനുവേണ്ടി ആരെല്ലാം സഹായികളായോ അവർക്കെല്ലാം നല്ല കൂലി ദുനിയാവിലും ആഖിറത്തിലും നൽകുമാറാകട്ടെ. ബഹുമാനപ്പെട്ട തങ്ങൾ അവർ മരണപ്പെട്ടു പോയ നമ്മുടെ മർഹൂം ശിഹാബ് തങ്ങൾ നവറല്ലാഹു മർഖദഹു, ഖബറിനെ അല്ലാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ. അവിടുത്തെ കുടുംബത്തിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയോ അവരുടെയൊക്കെ ഖബറുകളിലേക്ക് ഇതിന്റെയൊക്കെ ഒരു മിഥിൽ സവാബ് അല്ലാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്ന സാദാത്തുക്കൾക്കെല്ലാം ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും അല്ലാഹു നൽകുമാറാകട്ടെ. അവരുടെ സാന്നിധ്യം ഏതെല്ലാം സ്ഥലങ്ങളിൽ ഏതെല്ലാം നാടുകളിലുണ്ടോ അവിടെയെല്ലാം അല്ലാഹു റഹ്മത്തും ബർക്കത്തും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. അപ്പോൾ നമുക്കും ഈ നാട്ടിലേക്ക് ഒരു സംവിധാനവും സാഹചര്യം ഒരുക്കി തന്നിരിക്കുകയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ആളുകളുടെ ചരിത്ര കാര്യങ്ങളൊക്കെയാണെന്ന് വായിച്ചാലേ മനസ്സിലാവുള്ളൂ. എന്തായാലും എല്ലാം കൊണ്ട് പുഴയും പച്ചയും ഒക്കെ കൊണ്ട് അല്ലാഹു അനുഗ്രഹിച്ച ഒരു നാടാണ്. ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, ഈ നാട്ടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ലഖദ് കാന ലിസബയിൻ ഫീ മസ്കനിഹിം യന്നത്താനി യമീനും വശിമാൽ. അപ്പൊ അതിന്റെ ആയത്തൊക്കെ ഇനി അർത്ഥം പറയാൻ സമയമില്ല. അപ്പൊ അള്ളാഹ് അത്രയും വലിയ അനുഗ്രഹമൊക്കെ ചെയ്ത ഈ നാട്ടില് നന്മകൾ ചെയ്യും, പാവങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കും, എല്ലാവർക്കും കാരുണ്യത്തിന്റെ പ്രവർത്തനത്തിന് നമ്മൾ സാക്ഷ്യം വഹിക്കും. പരസ്പരം പാരകളാവാതെ, മറ്റുള്ളവർക്ക് ഭാരമാവാതെ, മറ്റുള്ളവർക്ക് സഹായികളായി മാറണമെന്ന് എല്ലാവരോടും വിനയത്തിന്റെ ഭാഷയിൽ പറയാൻ അല്ലാഹു സുബ്ഹാനഹു തആല ഈ പരിപാടിയിലേക്ക് ഒരുപാട് നിലയിൽ സഹായഹസ്തങ്ങൾ നൽകിയ സഹോദരങ്ങൾ, ഇതിലേക്ക് എന്നെ ക്ഷണിച്ചു വരുത്തിയ സഹോദരങ്ങൾ, ബഹുമാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഹാർട്ടിന് ചെറിയ പ്രശ്നമുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിപൂർണ്ണ ശിഫ നൽകട്ടെ, ആഫിയത്ത് ആരോഗ്യം നൽകി ദീർഘായുസ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. കൊണ്ട് വസി മരണപ്പെട്ട ഉമ്മാക്കും ഉപ്പാക്കും വേണ്ടി ദുആ ചെയ്യാൻ അല്ലാഹു തആല അവരുടെ ഖബറുകളെ പ്രകാശിപ്പിക്കുമാറാകട്ടെ. മഗ്ഫിറത്തും റഹ്മത്തും നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على رسولك سيدنا نبينا مولانا محمد وعلى ال سيدنا محمد بارك وسلم عليه. اللهم وانزله المقعد المقرب عندك يوم القيامه. ربنا آتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. അർഹം റഹീമായ അല്ലാഹുവേ, ഞങ്ങളുടെ ഈ സംസാരം നീ സ്വീകരിക്കണേ പടച്ചവനെ. പ്രഭാഷണം നീ കബൂലാക്കണേ അല്ലാഹുവേ. പടച്ച റബ്ബേ, ഈ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കണേ അല്ലാഹുവേ. ഈ നാടിനെ നീ അനുഗ്രഹിക്കണേ അല്ലാഹുവേ. നാട്ടുകാരെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, ഇതിനു വേണ്ടി സൗകര്യങ്ങൾ ഒരുക്കി ഈ നാട്ടിലുള്ള സഹോദരങ്ങളെ, സാമൂഹ്യ പ്രവർത്തകരെ അല്ലാഹു നീ കബൂലാക്കണേ പടച്ചവനെ. അല്ലാഹു ഈ നാട്ടിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന സംരംഭങ്ങളെല്ലാം നീ വിജയിപ്പിക്കണേ പടച്ചവനെ. അർഹമുർ റഹീമായ അല്ലാഹു, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. ബഹുമാനപ്പെട്ട തങ്ങന്മാർക്കെല്ലാം നീ പുറത്തു കൊടുക്കണേ അല്ലാഹുവേ. അവരെ ഞങ്ങളെ സ്വർഗീയ സോപാനത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ പടച്ചവനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാഹുവേ. ഞങ്ങളുടെ ശാരീരികമായ വൈകല്യങ്ങളെല്ലാം നീ മാറ്റിത്തരണേ പടച്ചവനെ. ആന്തരികമായ രോഗങ്ങൾക്ക് ശിഫ നൽകണേ അല്ലാഹുവേ. ക്യാൻസർ പോലുള്ള രോഗത്തിൽ അടിമപ്പെട്ട് കിടക്കുന്നവരുടെ രോഗങ്ങളെ പരിപൂർണ്ണ ശിഫ നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളുടെ ഈ നാടിന് ചെയ്യുന്ന കുടിവെള്ളം, ഇതുപോലുള്ള സാമൂഹ്യ സേവനങ്ങളെല്ലാം നീ പരിപൂർണമായി സ്വീകരിക്കണേ പടച്ചവനെ. യാ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മഴയും വെള്ളവും നൽകി ഞങ്ങളെ നീ സഹായിക്കണേ പടച്ചവനെ, സഹായിക്കണേ പടച്ചവനെ. യാ അല്ലാഹുവേ, ഞങ്ങൾ പാപികളാ റബ്ബേ, ഒരുപാട് തെറ്റുകളിൽ വീണുപോയവരാണ് പടച്ചവനെ. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും സാരമായും നിസാരമായും തെറ്റുകളിൽ വീണുപോയ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹുവേ. യാ അല്ലാഹ്, ഞങ്ങൾ ചെയ്ത എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മുന്നിൽ സമർപ്പിച്ചുകൊണ്ട് പശ്ചാത്തപിക്കുന്നു പടച്ചവനെ. ഇനി മേലിൽ ആ തെറ്റിലേക്ക് പോകാതെ നീ ഞങ്ങളെ സഹായിക്കണേ പടച്ചവനെ, നീ ഞങ്ങളെ സഹായിക്കണേ പടച്ചവനെ. അല്ലാഹുവേ, വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ, അല്ലാഹുവേ, പ്രത്യേകിച്ച് ഇതിന്റെ ഭാരവാഹികൾ, KMCC-യുടെ പ്രവർത്തകർ, അല്ലാഹുവേ, ഈ സ്വദേശത്തുള്ളവർക്ക് വേണ്ടി എത്രയോ സഹായങ്ങൾ ചെയ്യുന്നവരാണ്, കഷ്ടപ്പെടുന്നവരാണ്
കഷ്ടപ്പെടുന്നവരാണ്. അള്ളാഹുവെ നീ അവരെ അനുഗ്രഹിക്കണേ പടച്ചവനെ, സഹായിക്കണേ പടച്ചവനെ. അവരുടെ പ്രവാസ ജീവിതത്തിലെ വിഷമങ്ങളെല്ലാം മാറ്റിക്കൊടുക്കണേ അള്ളാഹുവെ. അവരുടെ പ്രവാസ ജീവിതത്തിൽ എല്ലാ ഖൈറുകളും ബർക്കാത്തുകളും ചെയ്യണേ പടച്ചവനെ. അവരുടെ നാട്ടിലുള്ള കുടുംബങ്ങളെ, കുടുംബിനികളെ, മക്കളെ നീ അനുഗ്രഹിക്കണേ അള്ളാഹുവെ. റഹ്മാനായ തമ്പുരാനെ, ഈ പുണ്യമായ ഇൽമ കേൾക്കുന്നതിന് വേണ്ടി എവിടെ നിന്നെല്ലാം ആളുകൾ എത്തിയിട്ടുണ്ടോ അവരെല്ലാം നീ അനുഗ്രഹിക്കണേ അള്ളാഹ്, സഹായിക്കണേ അള്ളാഹ്. ഈ ദുആ നീ സ്വീകരിക്കണേ പടച്ചവനെ. അള്ളാഹു ഇതിനു വേണ്ടി സ്റ്റേജ്, ലൈറ്റ്, ശബ്ദം, വെളിച്ചം, കസേര, ഫ്ലെക്സ് അടിച്ച്, നോട്ടീസ് അടിച്ച് അള്ളാഹുവെ വിളംബരം നടത്തി അത് അനൗൺസ്മെന്റ് ചെയ്ത് ഇവിടെ വഴികൾ, യാത്രക്കാരെ, വാഹനങ്ങൾ നിയന്ത്രിക്കുന്ന ഇവിടുത്തെ നാട്ടുകാർ, ചെറുപ്പക്കാർ, അതേപോലെ ഇവിടുത്തെ പ്രഭാഷകർക്ക് ഭക്ഷണം പാചകം ചെയ്ത് കൊടുത്ത സഹോദരിമാർ, സഹോദരങ്ങൾ, അല്ലാഹ് അതെല്ലാം നീ അനുഗ്രഹം കബൂലാക്കണേ പടച്ചവനെ. അതെല്ലാം ഒരു സാലിഹായ കർമ്മമായി അർഹമായ കൂലി നൽകി അവരെ നീ കബൂലാക്കി അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ ദുആ നീ സ്വീകരിക്കണേ റബ്ബേ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا رب صل عليه وسلم وصل على جميع الأنبياء والمرسلين والحمد لله.